നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ മോർണിംഗ് വൈബ്സ് ആരംഭിക്കുകയാണ്. നമ്മുടെ പേര് പോലെ തന്നെ എല്ലാവരും രാവിലെ തന്നെ നല്ല വൈബായിരിക്കട്ടെ, നല്ല ഊർജ്ജസ്വലരായിരിക്കട്ടെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇന്ന് നമുക്കറിയാം ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും അവധി ദിവസമാണ്. എണീറ്റ് വരുന്നേ ഉണ്ടാവുള്ളൂ ആളുകളൊക്കെ. ചില ആളുകളൊക്കെ ടി വിയുടെ മുന്നിലായിരിക്കും, ചിലരൊക്കെ അമ്മമാരൊക്കെ അടുക്കളയിലായിരിക്കും. അടുക്കളയിൽ ഇരുന്ന് നമ്മുടെ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ആകെ മൊത്തം ഒരു അവധിയുടെ മൂടായിരിക്കും. പക്ഷെ നമ്മുടെ വാർത്തകൾക്ക് അവധിയില്ല. ഒരുപാട് വാർത്തകൾ വരുന്ന ഒരു ദിവസമാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ ഇന്നലെ മുതൽ അല്ലെങ്കിൽ വോട്ടെടുപ്പ് ദിവസം മുതൽ ചർച്ച ചെയ്തൊരു വാർത്തയാണ്. BJP ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് തുറന്ന് സംബന്ധിച്ച നമ്മുടെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ EP ജയരാജന്റെ നടപടി അതൊരു രാഷ്ട്രീയ സ്ഫോടനങ്ങൾക്കാണ് തിരിതെളിച്ചതെന്ന് നമുക്കറിയാം. എന്തായാലും എല്ലാ തെറ്റും EP-യുടെ ഭാഗത്തു നിന്നുണ്ടായ വിനയാണെന്ന തരത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അടക്കം പ്രതികരിച്ചതോടുകൂടി എന്തായാലും LDF കൺവീനർ എന്ന നിലയിൽ EP ജയരാജൻ ഇനിയും ആ സ്ഥാനത്ത് തുടരാനാകുമോ എന്നൊരു പ്രസക്തമായ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടേണ്ടതുണ്ട്. എന്തായാലും EP ജയരാജൻ BJP-യുടെ പ്രലോഭനത്തിൽ വീണോ എന്നടക്കം പരിശോധിക്കാൻ നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. അതിൽ തന്നെ ഒരു തീരുമാനമാകും EP-ക്ക് ആ സ്ഥാനത്ത് തുടരാനാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നാളെ ചർച്ചയായേക്കാം. എന്തായാലും BJP ബന്ധത്തിൽ മുഖ്യമന്ത്രിയിലേക്ക് അടക്കം ഇപ്പോൾ പ്രതിപക്ഷം മുന്നകൂർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു വലിയ പൊട്ടിത്തെറിക്കുള്ള വഴിയാണ് EP തുറന്നിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നമ്മൾ നേരെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്പോഴും ഉത്തർപ്രദേശിലെ അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിൽ ഏത് സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സസ്പെൻസ് ഇപ്പോഴും അവിടെ തുടരുകയാണ്. രാഹുൽ ഗാന്ധി എന്തായാലും അമേഠിയിലും ഒപ്പം പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കണമെന്നാണ് അവിടുത്തെയൊക്കെ പ്രത്യേകിച്ച് മണികളുടെ ആവശ്യം, ഒപ്പം പ്രാദേശിക നേതാക്കളുടെ ആവശ്യം. അതും നമ്മൾ ആ വാർത്തകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് പാർട്ടി വിട്ടു നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിലും വാർത്തകൾ നിരവധിയാണ്. ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും മോർണിംഗ് വൈബ്സിലേക്ക് കടക്കാമല്ലേ നേരിട്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ EP ജയരാജൻ തൊടുത്തുവിട്ട സ്ഫോടനത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. എന്തായാലും LDF കൺവീനർ EP ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദമായിരിക്കെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുഖ്യ അജണ്ടയെങ്കിലും EP ജയരാജൻ വിഷയം യോഗത്തിൽ പ്രധാന ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ EP-യുടെ പ്രതികരണത്തിൽ പാർട്ടി നേതൃത്വത്തിന് നീരസമുണ്ട്. സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും EP ജയരാജനെ തള്ളിയിരുന്നു. സൗഹൃദങ്ങളിൽ ജാഗ്രത വേണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയേക്കുമെന്നാണ് സൂചന. കൂട്ടിക്കിഴിച്ച മുന്നണികൾ. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ ദക്ഷിണേന്ത്യയെ പ്രത്യേക രാഷ്ട്രമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരണങ്ങളുണ്ടാകും. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു മോദിയുടെ പ്രസംഗം. ഇന്ത്യ സഖ്യം ജയിച്ചാൽ പൗരത്വ ഭേദഗതി നിയമം ഇല്ലാതാകുമെന്നും കശ്മീരിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്നും മോദി പറഞ്ഞു. 5 വർഷത്തിൽ ഓരോ വർഷവും പ്രധാനമന്ത്രിയാകുമെന്നും മോദി അഭിപ്രായപ്പെട്ടു. ഉത്തർപ്രദേശിലെ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് വിട്ടു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സ്ഥാനാർത്ഥികളാവണമെന്നതാണ് UP കോൺഗ്രസിന്റെ നിലപാട്.
രാഹുലിന്റെ മണ്ഡലമായ അമേഠിയിൽ പ്രിയങ്ക ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിക്കട്ടെ എന്ന അഭിപ്രായവും ശക്തമാണ്. മെയ് 20-നാണ് അമേഠിയിലും റായ്ബറേലിയിലും വോട്ടെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പിന് ശേഷവും ചൂടാറാതെ വടകരയിലെ വിവാദങ്ങൾ. കാഫിറിന് വോട്ടില്ല എന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതാണ് വോട്ടെടുപ്പിന് ശേഷവും ചർച്ചയായത്. UDF ആണ് പ്രചാരണത്തിന് പിന്നിലെന്ന് കെ ശൈലജ ആവർത്തിക്കുമ്പോൾ പങ്കില്ലെന്നാണ് ഷാഫി പറമ്പലിന്റെ വാദം. ന്യൂനപക്ഷ മേഖലകളിൽ വോട്ടുകളുടെ ഏകോപനം വന്നിട്ടുണ്ടെന്ന വിലയിരുത്തലുകൾ കൂടിയെത്തുമ്പോൾ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമുണ്ടാകും. നമ്മളിനി കോട്ടയത്തേക്ക് പോകുമ്പോൾ പാല ഉൾപ്പെടെ പലയിടത്തും CPM കേരള കോൺഗ്രസ് എം തമ്മിലടിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തെന്ന് മോൻസ് ജോസഫ് പ്രതികരിച്ചു. തനിക്കെതിരായ വ്യക്തിപരമായ ആക്രമണത്തിന് പിന്നിൽ ജോസ് കെ മാണി വിഭാഗമാണ്. പാല വിട്ട് ജോസ് കെ മാണി മത്സരിക്കാൻ പോയാൽ നാണക്കേടാണ്. പാർട്ടി പിളർന്നപ്പോഴാണ് താൻ ജോസ് വിഭാഗത്തിന് മോശക്കാരനായതെന്നും മോൻസ് ജോസഫ് ന്യൂസ് 18നോട്. കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഏതാണ്ട് 1.5 മാസത്തിലധികമായി കനത്ത പോരാട്ടമായിരുന്നു. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന നിലയിലായിരുന്നു ശ്രദ്ധേയമായിരുന്നത്. എന്നോടൊപ്പം ഉള്ളത് ജോസഫ് വിഭാഗത്തിലെ ഏറ്റവും മുതിർന്ന നേതാവായ മോൻസ് ജോസഫാണ്. സ്വാഭാവികമായും കേരള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളിൽ ഒന്ന് പാലയും കടുത്തുരുത്തി എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കുന്നത്. ഈ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടത്തിനിടയിലും ഈ കടുത്തുരുത്തിയിൽ കുറച്ച് ഏറ്റവും പിന്നിലേക്ക് എന്താണ് പോളിംഗ് പോയത്? കടുത്തുരുത്തിയിൽ പോളിംഗ് പിന്നിലേക്ക് പോയെന്ന് പറയുന്നത് പുതിയ കാര്യമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ പോളിംഗ് ഉണ്ടായ സ്ഥലം കടുത്തുരുത്തിയാണ്. അപ്പോൾ അന്നും ഈ പ്രശ്നം ഒന്ന് ഞങ്ങളിത് പരിശോധിച്ചു. അതിൽ മുഖ്യമായ വിഷയം പ്രവാസികളായ വളരെ വലിയ ഒരു ശതമാനം ആളുകളുള്ള മണ്ഡലമാണ് കടുത്തുരുത്തി. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളിലും പ്രവാസികളായ ആളുകൾ അവർ വിവിധ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും വോട്ടർ പട്ടികയിൽ അവരുടെ എല്ലാം പേരുണ്ട്. അവരിവിടെ പ്രസൻ്റ് അല്ല, അവരാരും വോട്ട് ചെയ്യാൻ ഇവിടെ പ്രസൻ്റ് അല്ല. 2, വിവിധ രാജ്യങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഉപരിപഠനത്തിന് വേണ്ടി വിവിധ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ള യുവാക്കളിൽ വലിയൊരു പങ്ക് കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ വരുന്നവരാണ്. അത് കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൻ്റെ 11 പഞ്ചായത്തുകളിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നല്ല നമ്പറുണ്ട്. അപ്പം അവർക്കൊന്ന് സ്ലിപ്പ് കൊടുക്കാൻ പറ്റിയ സ്ലിപ്പ് നമ്മൾ കൊടുത്താൽ ഏറ്റുവാങ്ങാൻ അവരില്ല. അവരുടെ വീടുകൾ നമ്മൾ കൊടുത്തിട്ട് പോരുക. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ശതമാനം ആളുകൾ വോട്ട് ചെയ്യാൻ ഇവിടെ സ്ഥലത്തില്ല എന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിഫലിച്ചൊരു കാര്യമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ കടുത്തുരുത്തി ആണെങ്കിലും വിജയസാധ്യതയിലേക്ക് ജയിക്കുന്നു വന്നപ്പോൾ UDF കടുത്തുരുത്തി ജയിച്ചു. അത് തന്നെ ഇപ്രാവശ്യം ഉണ്ടാവും. കടുത്തുരുത്തിയിൽ വന്നിരിക്കുന്ന ഇപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ കുറവെന്ന് പറയാൻ പറ്റില്ല. സ്റ്റേറ്റ് ആവറേജ് 65%ആണല്ലോ. കടുത്തുരുത്തി 62.5 ഉണ്ട്. തൊട്ടടുത്തിരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ 1% വ്യത്യാസമുണ്ട്. അതിനകത്ത് വലിയ കാര്യമില്ല. ടോട്ടൽ ഭൂരിപക്ഷം വരുന്നതിലേക്ക് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ വ്യക്തമായ മുൻതൂക്കത്തോടെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ജയിക്കുമെന്നുള്ളത് ഒരു കാര്യം. 2, കടുത്തുരുത്തിയും പാലായും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെല്ലാം UDFന് വ്യക്തമായ മുൻതൂക്കം ലഭിക്കുകയും ചെയ്യും. ഈ പാലയാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം. കാരണം ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഒരു കണക്ക് വേണമല്ലോ, അവർ ജയിക്കുമെന്ന് പറയുമ്പോൾ അതിൽ വൈക്കമൊക്കെ സ്വാഭാവികമായിട്ട് ഏറ്റുമാനൂരൊക്കെ പറയും. അത് കൂടാതെ പറയുന്നൊരു സ്ഥലമാണ് ഈ പാലയെക്കുറിച്ച് എന്താണ്? പാലായെക്കുറിച്ച് അവർ പറയുന്നത് ജൂൺ 4 റിസൾട്ട് വന്നു കഴിയുമ്പം തീരും. പാലായെക്കുറിച്ച് എന്താ പ്രത്യേകിച്ച്? പാലായിൽ LDFന് എന്താ പ്രത്യേകിച്ച് നേട്ടമുള്ളൂ? ഒന്ന് രാഷ്ട്രീയമായിട്ട് വിലയിരുത്തിയാൽ പോലും പാല LDF ലീഡ് ചെയ്യില്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്ക് കാണാൻ. CPM ജോസ് കെ മാണിയുടെ പാർട്ടിയും തമ്മിൽ എല്ലാ ദിവസവും അടിച്ചുകൊണ്ടിരിക്കുന്ന പാലായിൽ എങ്ങനെ ഇടതുപക്ഷ പ്രവർത്തകർ എന്നെ അവർ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂട്ടിയോ? ഞങ്ങൾ കരുതുന്നില്ല. അവിടെ നല്ല ചോർച്ച LDF തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അത് തന്നെയുമല്ല, അവിടെ ഭൂരിപക്ഷം കിട്ടും എന്ന രീതിയിലേക്ക് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് രാഷ്ട്രീയമായ തികഞ്ഞ ഒരു അബദ്ധമായിരിക്കും എന്നുള്ളത് സംശയമില്ല. കാരണം വ്യക്തമായ മുൻതൂക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തനിയാവർത്തനം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പാലായിലുണ്ടാവും. ഒരു സംശയവും ഇല്ല. നല്ല ഭൂരിപക്ഷം പാലായിൽ UDF കിട്ടും. ഈ നിങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള പ്രചരണമായിരുന്നു. ചിഹ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള പ്രചരണമായിരുന്നു തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇതോടുകൂടി അത് പരിഹരിക്കപ്പെടുമോ? ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈവിട്ട കളിയായിരുന്നല്ലോ. കാരണം അസ്തിത്വം പോയിട്ട് ഞങ്ങൾ എന്താ പറയുക, പാർട്ടി അടിച്ചുകൊണ്ട് പോകുന്നു, ചിഹ്നം അടിച്ചുകൊണ്ട് പോകുന്നു. കേരളത്തിലെ കോടതികളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായ വിധി പറയുന്നു. അവസാനം സുപ്രീം കോടതി പോയപ്പം കേസ് ഞങ്ങൾക്കെതിരായി. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒന്നൊന്നും തുടങ്ങുമില്ലായിരുന്നു. പക്ഷേ പാർട്ടി ശക്തമായ ബലിഷ്ഠമായ ഒരു നേതൃത്വത്തിൻ്റെ പ്രിയപ്പെട്ട പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിൻ്റെയും പാർട്ടിയുടെ അന്ന് ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന സീനിയർ നേതാവ് CF തോമസ് MLAയും ആ 2 നേതാക്കൾ ചേർന്നുകൊണ്ട് ആ പ്രതിസന്ധിയിൽ പാർട്ടിയെ നയിച്ചു. ഞങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് അതിനകത്ത് നിന്ന് കഠിനാധ്വാനത്തിൽ പ്രയത്നിച്ചു. അങ്ങനെ വന്നപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. പാർട്ടി പിടിച്ചു നിന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അടിവെച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ലോക്സഭാ സീറ്റിൽ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ്സിന് ഒരു വിജയം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങൾ പ്രയത്നിച്ചത്. അതിൽ ഐക്യ ജനാധിപത്യ മുന്നണി, കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും അടക്കം UDF നേതൃത്വം ഞങ്ങളുടെ പൂർണ്ണമായും ഞങ്ങളുടെ സ്നേഹപൂർവ്വമായ പരിഗണനയും സംരക്ഷണവും എല്ലാം നൽകിയിട്ടുണ്ട്. അവരുടെ വലിയ സഹകരണം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും പ്രതിഫലിച്ചിട്ടുണ്ട്. UDF ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്തത്, കോൺഗ്രസ് പാർട്ടിയാണ് ലീഡ് ചെയ്തത്. ഞങ്ങൾ അതിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. UDF ഒരേ പാർട്ടി പോലെ UDFന് കോട്ടയത്ത് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ അതിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ യഥാർത്ഥ കേരള കോൺഗ്രസ്സായി പാർട്ടി തിരിച്ചു വരികയാണ്. കേരളത്തിലെ യഥാർത്ഥ കേരള കോൺഗ്രസ്സായും അത് നാളുകളിൽ മാറും. കേരള കോൺഗ്രസിൻ്റെ ഇന്ന് ഉള്ള നമ്മുടെ നേതാക്കളിൽ ഏറ്റവും സീനിയറായ നേതാവ് ശ്രീ പി ജോസഫ് സാറാണ്. പക്വമതിയായ ദീർഘവീക്ഷണമുള്ള, ദീർഘകാലമായി രാഷ്ട്രീയ രംഗത്ത് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന PJ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിലെ യഥാർത്ഥ കേരള കോൺഗ്രസ് ശക്തി തെളിയിച്ചുകൊണ്ട് നാളുകളിൽ വളർച്ചയുടെ പാതയിലേക്ക് വരാൻ പോകുന്നതാണ് കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് ഞങ്ങൾ കൂടെ വയ്ക്കും, പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മോൻ ജോസഫ് ആയിരുന്നു വില്ലൻ കഥാപാത്രമായി പലരുടെയും, അത് ഒരാളുടെ അല്ല പലരുടെയുമായി വരുന്നത്. എന്തുകൊണ്ട് എന്ന് മോൻ ജോസഫ് ചിന്തിച്ചിട്ടുണ്ട്? എന്താണ് സംഭവിക്കുന്നത്? കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ മുഴുവൻ UDF പ്രവർത്തകരുടെയും ജനാധിപത്യ വിശ്വാസങ്ങളുടെയും കണ്ണിലൂണിയായിട്ടാണ് മോൻ ജോസഫിനെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആളുകൾ സഹായിച്ചത്. ചുമ്മാ ഒറ്റപ്പെട്ട ഇവിടെ കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ ഒരു വ്യക്തിയുടെ ഒരു പരാമർശം ഇവിടെ ഉണ്ടായി. ചാണ്ടി മാഷ് എന്നൊക്കെ ഇവിടുന്ന് വന്നെന്ന് കോട്ടയക്കാർ ചോദിക്കുകയാണല്ലോ. ഇവർ എവിടുന്നാണ് ഇവരൊക്കെ വന്നെന്നുള്ളതിനെ കുറിച്ചാണ് ഇതുവരെ കോട്ടയത്താരും കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇവിടെ വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രി വന്ന് മോൻ ജോസഫിൻ്റെ കുറ്റം പറഞ്ഞിട്ട് പോയാൽ ഞങ്ങൾ അതിലൊന്നും കയറി പിടിക്കുന്ന ആളുകളല്ല. അതൊന്നും ഇവിടെ വിലപ്പോയില്ലല്ലോ. ഈ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ചില വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഞാനൊരു പത്രസമ്മേളനത്തിൽ കോട്ടയത്ത് പറഞ്ഞു, ഇവർ ഈ വന്നവരൊക്കെ നിരപരാധികളും പാവങ്ങളുമാണ്. ഈ വന്നവരുടെ പിന്നിലുള്ളതാരാ? യഥാർത്ഥത്തിൽ പറഞ്ഞു വിട്ടിരിക്കുന്നത് കടുത്തുരുത്തിയുടെ തട്ടകത്തിലും കോട്ടയം ജില്ലയിലും PJ ജോസഫിന് വേണ്ടി ശക്തമായി പട നയിക്കുന്നത് ഞാൻ തന്നെയാണ്, അല്ലേ? പാർട്ടി ചെയർമാന് വേണ്ടി ഈ ജില്ലയിൽ ആ ഒരു പട നയിക്കുന്നതിൽ അസഹിഷ്ണുതയുള്ള ആരാ? എതിർചേരിയിൽ നിൽക്കുന്ന ജോസ് കെ മാണി വിഭാഗമാണ്. ജോസ് കെ മാണി വിഭാഗത്തിൽ ആകെ ആസൂത്രണമാണോ ചില വ്യക്തികളാണോ? താങ്കൾ അതിനെക്കുറിച്ച് അവരുടെ പാർട്ടിക്ക് അതിനകത്ത് ഒരു പങ്കുണ്ടെന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. കാരണം ഒരു പാർട്ടിയെ ആരെങ്കിലും എതിർത്താൽ നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു പാർട്ടിയല്ലല്ലോ എതിർക്കുന്നത്, ഒരു വ്യക്തിയെ എതിർക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി എന്താണ് അതിന് കാരണം? ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു, അവരുടെ പ്രസക്തി കുറയുന്നു. ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ പ്രസക്തി കുറയുമ്പോൾ PJ ജോസഫ് വിഭാഗത്തിന് പ്രസക്തി ഉണ്ടായാൽ ഞങ്ങൾക്ക് ഈ ലോക്സഭാ സീറ്റ് കിട്ടിയാലെന്ന് ഇവർ പ്രതീക്ഷിച്ചത്. ഈ ലോക്സഭാ സീറ്റ് മാത്രമാണോ അതോ കടുത്തുരുത്തിയിൽ ഭാവിയിലൊരു ഫൈറ്റിന് സാധ്യതയുണ്ടോ? കടുത്തുരുത്തിയിൽ മോൻ ജോസഫിനെ നമുക്ക് രാഷ്ട്രീയമല്ലേ. ഇപ്പം ഞാൻ പണ്ട് കാലത്ത് KM മാണി സാർ കടുത്തുരുത്തി മത്സരിക്കാൻ വരുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒന്നും അതിനെ നമ്മൾ സ്വാഗതം ചെയ്യും. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ മത്സരങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിലുണ്ടാകുന്ന മത്സരങ്ങളാണ്. ഏത് മത്സരമായാലും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് സ്ഥാനാർത്ഥി വന്നാലും ആ മണ്ഡലത്തിൽ ജോസ് കെ മാണി വന്നാലും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അദ്ദേഹം പാലാ വിട്ട് പോരാൻ അദ്ദേഹത്തിന് പറ്റുമോ? പാലായിൽ നിന്ന് പോകുന്നത് എന്തൊരു നടക്കടാ. പാലായിൽ മാണി സാർ 55 വർഷം MLA ആയിരുന്ന പാലാ എന്ന തട്ടകത്തിൽ അദ്ദേഹം പാലാ ഉപേക്ഷിക്കുന്നു വന്നാൽ തന്നെ തീർന്നില്ലേ? അതിൽപ്പരം നാണക്കേടുണ്ടോ? സ്വന്തം തട്ടകം ഉപേക്ഷിച്ച് പേടിച്ചോടി എന്ന് പറഞ്ഞാൽ പോയില്ലേ? പിന്നെ കടുത്തുരുത്തിക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചോളും. ഞാനിപ്പോൾ അതിൽ ഇടപെടുന്നില്ല. പാലയിലെ ഇത് കഴിഞ്ഞ സമയത്ത് കേട്ടിരുന്നത് കടുത്തുരുത്തിയാണ് മാണി ഗ്രൂപ്പിന് ഏറ്റവും ശക്തിയുള്ള സ്ഥലം എന്നാണ്. അപ്പോൾ അല്ലെന്ന് മനസ്സിലായല്ലോ. ഇപ്പം അല്ലെന്ന് മനസ്സിലായി. ബാക്കി കുറേ കഴിയുമ്പോൾ ബാക്കിയോടെ മനസ്സിലാവും. ഇതൊക്കെ ജനങ്ങളാണ് വലുത്. ഞങ്ങളൊക്കെ അവർക്ക് വിധേയപ്പെട്ടും വിനീതത വളരെ വിശ്വസ്തയോടെയും പാവങ്ങൾക്ക് വേണ്ടി രാപകലില്ലാതെ പണിയെടുക്കുന്നവരാണ്. അത് നമ്മളൊക്കെ തുടരും. ഇതൊക്കെ ഈ ചില്ലു കൊട്ടാരത്തിനകത്തിരുന്ന് കൽപ്പന പുറപ്പെടുവിക്കുന്ന ആളുകൾക്ക് ഇതുപോലുള്ള ഈ കഠിനാധ്വാനത്തിൻ്റെ വേദന മനസ്സിലായില്ല. ഇവിടെ ഞങ്ങളൊക്കെ ചേർന്ന് പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം, അത് KM മാണി സാറിൻ്റെയും PJ ജോസഫ് സാറിൻ്റെയും നേതൃത്വത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോയപ്പം ഈ പറഞ്ഞ ആളുകളൊക്കെ കടുത്തുരുത്തി MLA പോലെ ഇതുപോലെ നല്ലവനായൊരു MLA ഇല്ലെന്നും ഇതുപോലെ മണ്ഡലത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളില്ലെന്നും ഈ MLA കണ്ടുപഠിക്കണമെന്നും മാണി സാർ ഉൾപ്പെടെ പ്രസംഗിച്ചു ഞങ്ങളുടെ സംയുക്ത യോഗങ്ങളിലും പൊതുയോഗങ്ങളിലും. പാർട്ടി പിളർന്നപ്പോഴല്ലേ ഈ കുശുമ്പെല്ലാം വന്നങ്ങനെ? പാർട്ടി പിളർന്നപ്പോഴല്ലേ ഈ നല്ലവനായ മോൻസ് മോശക്കാരനായ കാണുന്നുണ്ടല്ലോ. കുശുമ്പ് മാത്രമാണല്ലേ? കുശുമ്പ് മാത്രമാണ് നിങ്ങൾ പരിശോധിച്ചാൽ ഞാൻ ചെയ്യണം. മാണി സാറും ജോസഫ് സാറും ഒന്നിച്ച് പാർട്ടി നയിക്കുന്നു. ഞങ്ങളുടെ യോഗങ്ങളിൽ ഒന്ന് ജോസ് കെ മാണി ഉൾപ്പെടെ പ്രസംഗിക്കുന്നു. MLA എന്നതിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. മണ്ഡലത്തെ കണ്ടുപിടിക്കുക, ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ 8 പ്രതിപക്ഷത്ത് നിൽക്കുകയാണ്. ചെയ്യുന്നതിന് ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. എങ്കിലും മണ്ഡലത്തെ പൊന്നുപോലെ നോക്കിയോണ്ട് കൊണ്ടുപോകണം. സർക്കാരിൻ്റെ സഹായം കിട്ടാത്തതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകൾ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ നോക്കുകയാണ്.
ഇങ്ങനെ ഞങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നത് ഇപ്പോഴും നമ്മൾ തുടരുകയാണ്. പക്ഷേ ഇവരിപ്പോൾ പറയുന്നത് എന്താണ്? ഇവർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇപ്പോൾ പറയുന്നത് എന്താണ്? അവർ വളരെ വ്യക്തമായി എല്ലാ യോഗങ്ങളിലും വന്ന് ഭയങ്കരമായി പ്രശംസിക്കുകയും നല്ല MLA ആണെന്നും നല്ല മനുഷ്യനാണെന്നും നല്ല വ്യക്തിത്വമാണെന്നും ഒക്കെ പറഞ്ഞ് ഇവരാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഈ പാർട്ടിയുടെ പിളർപ്പം കഴിഞ്ഞപ്പോൾ ഇതുപോലെ മോശക്കാരനില്ല. പിന്നെ ആരെങ്കിലും ഒരു നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടിപ്പോരുത്. ഇനി മിണ്ടിപ്പോരുത്, മനുഷ്യനെ കുറിച്ച് നല്ലത് പറയരുത്, അത് ചവിട്ടി കൂട്ടിക്കണം. ഇതാണ് ഡയറക്ഷൻ. ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയല്ലാതെ ഇതൊന്നും ജനങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നിയമസഭാ ഇലക്ഷനിൽ ഇവർ എന്തുമാത്രം എന്നെ കൊല്ലാൻ ശ്രമിച്ചു, എന്നിട്ടും അവിടെ ജനങ്ങൾ സംരക്ഷിച്ചു. ഇവിടെ ഈ ഒരു കാര്യത്തിൽ ഇനിയും ഞങ്ങൾ പറയുന്നു, വളരെ വളരെ എളിമയോടെ പ്രവർത്തന രംഗത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതൊക്കെ ചെയ്യുമ്പോഴും ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഇവരൊന്നും വ്യക്തിപരമായിട്ട് ആക്രമിക്കാനോ വ്യക്തിപരമായി മോശക്കാരാക്കാനോ ഒന്നും ഞങ്ങൾ എന്തുമാത്രം മഹാപരാധം ഈ ഇലക്ഷൻ സമയത്ത് ഇപ്പം നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ ഇവിടെ പറയുന്നത്. വല്ല വസ്തുതയുണ്ടോ? 1% പോലും സത്യമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത്രയും നാളും പിന്നെ വളരെ സൗഹൃദപരമായി സ്നേഹപൂർവ്വം നിന്നിരുന്ന ആളുകൾ പെട്ടെന്ന് ഒരു രാത്രിയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ അട്ടിമറിയിലൂടെ പറയുന്ന ഒരു രീതി നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഏതാനും ദിവസം കൊണ്ട് തീർന്നുപോയി. അപ്പോൾ ഇതൊക്കെ ക്ഷണികമാണ്, നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. സ്ഥായിയായി നിലനിൽക്കുന്നത് ജനപക്ഷത്തു നിന്നുള്ള പ്രവർത്തനമാണ്. അത് ഞങ്ങൾ വിശ്വസ്തയോടെ നാളുകളിൽ മുന്നോട്ട് കൊണ്ടു. ഒറ്റ വാക്കുകൂടി, ഫ്രാൻസിസ് ജോർജിന്റെ ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ടോ? അല്ല, ഭൂരിപക്ഷം ഞങ്ങളിപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പറഞ്ഞല്ലോ, കംഫർട്ടബിൾ മാർജിൻ, വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകും, മാന്യമായ ഭൂരിപക്ഷം ഉണ്ടാകും. ഞങ്ങളിപ്പോൾ അതിനകത്ത് ഒരു എണ്ണം പറഞ്ഞ് ആ എണ്ണത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും പറയുന്ന രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഒരു കാലത്തും ചെയ്യാറില്ല. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. കോട്ടയം പാർലമെൻറ്റിൽ UDF വിജയിക്കും. ഫ്രാൻസിസ് ജോർജിന് ഏറ്റവും മെച്ചപ്പെട്ട മാന്യമായ ഭൂരിപക്ഷം ഉണ്ടാകും. ഏതായാലും തെരഞ്ഞെടുപ്പ് ചുക്കാൻ പിടിച്ച മോൻസ് ജോസഫും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. വോട്ടെടുപ്പിന് ശേഷവും വാദപ്രതിവാദങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നതല്ലേ. അതിനുശേഷം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വാർത്തകൾക്ക് ശേഷം നമ്മൾ പോകുന്നത് സംസ്ഥാനത്തെ ചൂടിന്റെ വാർത്തയിലേക്കാണ്. രാവിലെ 9 മണിക്ക് ശേഷം ഒന്നും പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ചൂടാണ്. അപ്പം ഈ ചൂടിനിടയിലാണ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗമാണെന്നുള്ള വിവരം പുറത്തു വരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നത്. ചൂട് കൂടിയതോടെ പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യമായാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാനത്ത് ഇനിയും ചൂട് ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 2016-ലും 2019-ലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉണ്ടായെങ്കിലും പ്രഖ്യാപനം വന്നിരുന്നില്ല. കൊല്ലം, തൃശൂർ ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. ഈ ജില്ലകളിൽ താപനില 40 ഡിഗ്രി വരെ ഉയരാം. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന ചൂടിൽ മാറ്റമില്ലാത്തതും വെള്ളിയാഴ്ച ശരാശരിയിൽ നിന്നും 5.1 ഡിഗ്രി ചൂട് കൂടിയതുമാണ് ഉഷ്ണതരംഗ പ്രഖ്യാപനത്തിന് കാരണം. കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയും, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയും, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം പാലക്കാട്ടുകാർ. ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ കഴിയുന്നത്ര പുറത്തിറങ്ങാതെ, വെയിൽ നേരിട്ട് കൊള്ളാതെ ശ്രദ്ധിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അടക്കം നൽകുന്ന മുന്നറിയിപ്പ്. ഇലോൺ മസ്ക് ചില്ലറക്കാരനല്ലെന്ന് നമുക്കെല്ലാം അറിയാം, അല്ലേ? തൊട്ടതെല്ലാം എങ്ങനെയും വിജയിപ്പിക്കുന്ന കോർപ്പറേറ്റ് അധികായൻ. ടെസ്ല ലോകത്ത് സമ്മാനിച്ച പ്രതിഭാശാലി. ട്വിറ്ററിനെ എക്സ് ആക്കി മാറ്റിയതിന് പിന്നാലെ യൂട്യൂബിന് കടുത്ത വെല്ലുവിളി ഉയർത്താൻ പദ്ധതിയിടുകയാണ് മസ്ക് ഇപ്പോൾ. എക്സ് TV എന്ന പുതിയ വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമിലൂടെ പുതിയ അത്ഭുതങ്ങൾ മസ്ക് കാണിക്കുമോ എന്നും കണ്ടിരുന്നു കാണാം. എന്നും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ആഗോള ബിസിനസ്സുകാരനാണ് ടെസ്ല ഗ്രൂപ്പ് മേധാവി കൂടിയായ മസ്ക്. ലോകത്താരും ചിന്തിക്കാത്തത് അയാൾ ചിന്തിക്കും, ആരും പറയാത്തത് അയാൾ പറയും, അയാൾ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും. ഇതാണ് കോർപ്പറേറ്റ് ഭീമൻ ഇലോൺ മസ്കിനെ കുറിച്ച് പൊതുവെ പറയപ്പെടുന്നത്. പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്വിറ്ററിനെ അദ്ദേഹത്തിന്റെ കമ്പനി ഏറ്റെടുത്തതിന് പിന്നാലെ ഉയർന്ന ചോദ്യം ട്വിറ്ററിനെ എങ്ങനെയാണ് മസ്ക് മാറ്റിമറിക്കുക എന്നതായിരുന്നു. ആദ്യ ദിനം തന്നെ ഒരു സിങ്കുമായിട്ടാണ് മസ്ക് ട്വിറ്റർ ഓഫീസിലേക്ക് കടന്നു വന്നത്. എന്നിട്ട് ലൈറ്റിട്ട് സിങ്ക് എന്ന് ട്വീറ്റ് ചെയ്തു. ട്വിറ്ററിന്റെ കഥ മുങ്ങട്ടെ എന്നാണ് മസ്ക് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം കമ്പനി സിഇഒയെ തന്നെ പുറത്താക്കി. പുത്തൻ പരിഷ്കാരമെന്നോണം ട്വിറ്ററിന്റെ പേരും ഐഡന്റിറ്റി ലോഗോയും തന്നെ മാറ്റിമറിച്ചു. ഇന്ന് ട്വിറ്റർ എക്സ് ആണ്. തുടർന്ന് വ്യാപകമായ പരിഷ്കാരങ്ങളാണ് മസ്ക് എക്സിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ പല കോണിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിലും കാലത്തെ അതിജീവിക്കുന്ന പരിഷ്കാരങ്ങളും പരീക്ഷണങ്ങളും ഫലം കാണാൻ കാലതാമസമുണ്ടാകുമെന്ന പക്ഷത്തിലാണ് അദ്ദേഹം.
ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മസ്കിന്റെ പുതിയ പ്രഖ്യാപനവും വന്നിരിക്കുന്നു. നിലവിൽ ഏറ്റവും ജനപ്രിയമായ വീഡിയോ സ്ട്രീമിംഗ് ആപ്പായ യൂട്യൂബിന് ബദൽ എക്സ് ഒരുക്കുന്നു. എക്സ് TV എന്ന് പേരിട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ അണിയറ പ്രവർത്തനങ്ങൾ തകൃതിയായി പുരോഗമിക്കുകയാണ് ഇപ്പോൾ. TV, മൊബൈൽ, വെബ് ഉൾപ്പെടെ ഒരേ സമയം ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോ സ്ട്രീം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് എക്സ് TV വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമരംഗത്ത് പുത്തൻ മാറ്റങ്ങൾക്ക് വഴിമരുന്നിട്ടേക്കുമെന്ന് കരുതുന്ന എക്സ് TV ദൃശ്യമാധ്യമ രംഗത്തും അടിമുടി മാറ്റങ്ങൾക്ക് കാരണഹേതുവാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സാംസങ്, ആമസോൺ സ്മാർട്ട് TV എന്നിവയിലാണ് എക്സിന്റെ TV ആപ്പ് ആദ്യം എത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഉപഭോക്താക്കൾക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയുള്ള ട്രെൻഡിംഗ് വീഡിയോ അൽഗോരിതം ഫീച്ചർ ആപ്പ് അവതരിപ്പിക്കും. അനുയോജ്യമായ ജനപ്രിയ ഉള്ളടക്കം വേഗത്തിലെത്തിച്ച് ഉപയോക്താക്കളെ അപ്ഡേറ്റഡ് ആക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ഫീച്ചർ. ഉപയോക്താക്കൾക്ക് മികച്ച വീഡിയോ അനുഭവം നൽകാൻ ഉദ്ദേശിച്ചാണ് ഇത്തരം ക്രമീകരണങ്ങൾ. വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നതിന് അപ്ഡേറ്റഡ് രീതി അവലംബിക്കുമെന്നും കമ്പനി അറിയിച്ചു. ഇതോടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സും വർദ്ധിത വീര്യത്തിലാണ്. യൂട്യൂബിന് ബദലായി ഒരു സംവിധാനം ഒരുങ്ങുമ്പോൾ അതിൽ യൂട്യൂബിനേക്കാൾ ആകർഷണീയമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കരുതുന്നത്. മോണിറ്റൈസേഷന്റെ അഥവാ ഓൺലൈൻ വരുമാനത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. മോണിറ്റൈസേഷന്റെ കാര്യത്തിൽ യൂട്യൂബ് ആദ്യം ലിബറൽ ആയിരുന്നെങ്കിലും ഇപ്പോൾ നടപടിക്രമങ്ങൾ ലേശം കടുപ്പത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ എക്സ് TV ആരോഗ്യപരമായ മത്സരത്തിന് വഴിയൊരുക്കാനാണ് സാധ്യത. ചെറിയ സ്ക്രീനിൽ നിന്ന് വലിയ സ്ക്രീനിലേക്ക് വരുമ്പോൾ എക്സ് എല്ലാം മാറ്റുകയാണ്. മൊബൈലിൽ നിന്ന് TV സ്ക്രീനിലേക്ക് വീഡിയോകൾ കാസ്റ്റ് ചെയ്ത് കാണാൻ കഴിയുന്ന വിധമാണ് സംവിധാനം വരിക. ക്രോസ് ഡിവൈസ് വ്യൂവിനെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് പുതിയ സംവിധാനം വരിക. അതായത് ഉപയോക്താക്കൾ വീഡിയോ കാണാൻ ആരംഭിച്ചത് സ്മാർട്ട് ഫോണിൽ ആണെങ്കിലും സ്മാർട്ട് TVയിൽ തുടർന്നുള്ള ഭാഗങ്ങൾ മുതൽ കാണാൻ കഴിയുന്ന വിധമാണ് ക്രമീകരണം ഒരുക്കുക. യൂട്യൂബിന് സമാനമായ ഒരു യൂസർ ഇന്റർഫേസ് ആപ്പിൽ അവതരിപ്പിക്കും. വീഡിയോകൾ ലൈക്ക് ചെയ്യാനും ബുക്ക്മാർക്ക് ചെയ്യാനും ആപ്പ് ഉപയോക്താക്കളെ അനുവദിക്കുന്ന തരത്തിലാണ് ഇന്റർഫേസ്. താമസിക്കാതെ ഞങ്ങൾ തത്സമയവും ആകർഷകവുമായ ഉള്ളടക്കങ്ങൾ എക്സ് TV ആപ്പിലൂടെ നിങ്ങളുടെ സ്മാർട്ട് TVകളിൽ എത്തിക്കും. ഉപയോക്താക്കൾക്ക് ഒരു വലിയ സ്ക്രീനിൽ ഉയർന്ന നിലവാരമുള്ള ആഴത്തിലുള്ള വിനോദം ആസ്വദിക്കാനുള്ള സൗകര്യം ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് എക്സ് CEO ലിൻഡ യക്കാരിനോ പറഞ്ഞു. യൂട്യൂബിലെ പോലെ തന്നെ എക്സ് ആപ്പിൽ ഉയർന്ന നിലവാരമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനും അതിൽ നിന്ന് വരുമാനമുണ്ടാക്കാനും ക്രിയേറ്റേഴ്സിന് സാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവേശത്തിലാണ്. ഇതിനോടകം അതിന്റെ പ്രതിഫലനങ്ങൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. അതേസമയം വിപ്ലവകാരിയായ മസ്ക് വന്നതോടെ ട്വിറ്ററിന്റെ പഴയ പ്രതാപം നഷ്ടമായെന്നും അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ വ്യക്തിതാൽപര്യങ്ങൾക്ക് അധിഷ്ഠിതമായതിനാൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ടതില്ലെന്നും അഭിപ്രായപ്പെടുന്നവരും ധാരാളം. യൂട്യൂബിനെ കൂടാതെ ട്വിച്ച് എന്ന വീഡിയോ സ്ട്രീമിംഗ് സേവനത്തോട് മത്സരിക്കാനും സിഗ്നൽ എന്ന മെസ്സേജിംഗ് ആപ്പുമായും റെഡിറ്റുമായും മത്സരിക്കാനും എക്സിന് പദ്ധതിയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2005 നിലവിൽ വന്ന യൂട്യൂബ് ഇന്ന് വീഡിയോ സ്ട്രീമിംഗ് രംഗത്തെ ഏറ്റവും ശക്തമായ സാന്നിധ്യമാണ്. വീഡിയോ ക്രിയേറ്റർമാർ, ഇൻഫ്ലുവൻസർമാർ, സിനിമാ ആസ്വാദകർ, ഗെയിമർമാർ ഉൾപ്പെടെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ കാലങ്ങളായി യൂട്യൂബ് നേടിയെടുത്തിട്ടുണ്ട്. ആ യൂട്യൂബിനോടാണ് മസ്കിന്റെ എക്സ് TV മത്സരിക്കാനൊരുങ്ങുന്നത്. മസ്കിന്റെ കഥ കേട്ടല്ലോ അല്ലേ? നമ്മൾ ഇനി പോകുന്നത് ഒരു ആനക്കഥയിലേക്കാണ്. തമിഴ്നാട് മുതുമല വന്യജീവി സങ്കേതത്തിലെ തേപ്പക്കാട് ആന ക്യാമ്പിലെ ഉറ്റ സുഹൃത്തുക്കളായ ബാമ എന്ന ആനയും കാമാച്ചി എന്ന ആനയും IFS ഓഫീസറും തമിഴ്നാട് വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ സുപ്രിയ സാഹു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഇവരുടെ സൗഹൃദത്തിന്റെ കഥ പുറം ലോകം അറിഞ്ഞത്. കാണാം ആ ആനക്കഥ. മനുഷ്യരെ പോലെ തന്നെ സാമൂഹിക ജീവികളാണ് ആനകളും. സംഘങ്ങളായാണ് ഇവരുടെ ജീവിതം. ഇവർക്കിടയിൽ പുരുഷാധിപത്യമില്ല എന്ന പ്രത്യേകതയുമുണ്ട്. സംഘത്തിന്റെ നേതാവ് ഒരു പെണ്ണാനയായിരിക്കും. സ്വന്തം കുടുംബാംഗങ്ങളെ ഇവർ തിരിച്ചറിയുന്നത് ഗന്ധം കൊണ്ടാണ്. മുതിർന്ന പെണ്ണാനകളും ചിലപ്പോൾ ചെറു സംഘമായി പിരിഞ്ഞു പോകും. എങ്കിലും ബന്ധുക്കളെ ഇവർ മറക്കില്ല. അത്രമേൽ ദൃഢമാണ് ഇവരുടെ പരസ്പര സ്നേഹം. രണ്ട് ആനകൾ തമ്മിലുള്ള അപൂർവ സൗഹൃദമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകളിൽ നിറയുന്നത്. തമിഴ്നാട്ടിലെ മുതുമലയിലെ തെപ്പക്കാടുള്ള ആനക്യാമ്പിൽ കഴിഞ്ഞ 55 വർഷമായി ഉറ്റ സുഹൃത്തുക്കളാണ് രണ്ട് ആനകൾ, ഭാമയും കാമാച്ചിയും. ഇവർ തമ്മിലുള്ള അരനൂറ്റാണ്ടിലേറെയായുള്ള ഉറ്റ സൗഹൃദത്തിന്റെ കഥയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചയായിരിക്കുന്നത്. ഭാമ എന്ന ആനയ്ക്ക് 75 വയസ്സും കാമാച്ചിക്ക് 65 വയസ്സുമാണ് പ്രായം. മിക്ക സമയത്തും ഇരുവരെയും ഒരുമിച്ച് മാത്രമേ കാണാൻ കഴിയൂ. ആഹാരം പോലും ഇവർ പങ്കുവെച്ച് മാത്രമാണ് കഴിക്കാറുള്ളത്. സുപ്രിയ സാഹു IFS ആണ് ഇരുവരുടെയും സൗഹൃദത്തിന്റെ കഥ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്.
മനുഷ്യരെ പോലെ ആനകളും സൗഹൃദത്തിന്റെ സ്നേഹബന്ധം പങ്കിടുന്നുവെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. തമിഴ്നാട്ടിലെ മുതുമലയിലെ തെപ്പക്കാടുള്ള ആനക്യാമ്പിൽ കഴിഞ്ഞ 55 വർഷമായി ഉറ്റ സുഹൃത്തുക്കളായിരുന്ന ഭാമ, കാമാച്ചി എന്നിവരുടെ സൗഹൃദത്തിന്റെ യഥാർത്ഥ കഥയാണിത്. ഇരുവരുടെയും വീഡിയോ പങ്കുവച്ചുകൊണ്ട് സുപ്രിയ കുറിച്ചതിങ്ങനെയാണ്. ഇരുവരുടെയും ചില വീരകഥകളും അവർ പങ്കുവച്ചു. ഭാമയുടെ പാപ്പാനായ ഗോപൻ അവളെ കാട്ടിൽ തീറ്റ ശേഖരിക്കാൻ കൊണ്ടുപോയപ്പോൾ ഒരു പുള്ളി ആക്രമിച്ചു. ഭാമ ഒറ്റയ്ക്ക് പുലിയെ ഓടിച്ചിട്ട് തന്റെ പാപ്പാന്റെ ജീവൻ രക്ഷിച്ചു. ഒരിക്കൽ കാമാച്ചിയെ ഒരു കൊമ്പൻ ആക്രമിച്ചു. അവളുടെ മുറിവുണങ്ങാൻ വർഷങ്ങളെടുത്തു. പക്ഷേ അവൾ അതിനെയെല്ലാം അതിജീവിച്ചു. ക്യാമ്പിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഭാമയും കാമാച്ചിയും അടുത്തടുത്ത് നിൽക്കുന്നു. ഇരുവരും കരിമ്പ് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഒരാൾക്ക് മാത്രം കരിമ്പ് കൊടുക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. അതെപ്പോഴും 2 പേർക്കും നൽകിയിരിക്കണം. എക്സിൽ പങ്കുവച്ച വീഡിയോയ്ക്കൊപ്പം സുപ്രിയ എഴുതിയതിങ്ങനെയാണ്. ആനക്യാമ്പിലെ ജോലിക്കാരെ അഭിനന്ദിക്കാനും സുപ്രിയ മറന്നില്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ക്യാമ്പിൽ 2 ആനക്കുട്ടികൾ ഉൾപ്പെടെ 27 ആനകളെ പരിചരിക്കാൻ ശാസ്ത്രീയമായ മാനേജ്മെന്റ് ആവശ്യമാണ്. ഇതിനാവശ്യമായ എല്ലാ സഹായങ്ങളും തമിഴ്നാട് വനംവകുപ്പ് ചെയ്യുന്നുണ്ടെന്നും സുപ്രിയ എഴുതി. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പങ്കുവെക്കലിന്റെയും കഥ പറഞ്ഞ 2 ആനകളുടെ കഥയാണല്ലേ നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും നമ്മൾ ഇനി പോകുന്നത് അതിരപ്പള്ളിയിലേക്കാണ്. അവിടെ സഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുത്ത ഒരു ആനയുടെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിരപ്പള്ളി ജംഗിൾ സഫാരി സംഘത്തിന് നേരെ പാഞ്ഞെടുത്ത കാട്ടാന. അത്ഭുതകരമായാണ് സഞ്ചാരികൾ രക്ഷപ്പെട്ടത്. വനം വകുപ്പിന്റെ ജംഗിൾ സഫാരിക്ക് എത്തിയ സംഘത്തിന് നേരെയായിരുന്നു കാട്ടാന പാഞ്ഞെടുത്തത്. മലയാളികൾ പൊതുവെ നല്ല ഭക്ഷണപ്രിയരാണല്ലോ അല്ലേ? വ്യത്യസ്തമായ രുചികൾ തേടി അന്യനാടുകളിൽ വരെ പോകുന്ന മലയാളികളെ കുറിച്ച് നമ്മൾക്കറിയാം. അങ്ങനെ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത രുചിക്കൂട്ടായ മൈസൂർ ഫെനിക്ക് തൃശ്ശൂരിൽ പ്രിയമേറുകയാണ്. കർണാടകയിൽ വിവാഹമടക്കമുള്ള വിശേഷങ്ങളിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത വിഭവമായ ഫെനി പാട്ടുരായ്ക്കലിലെ KR ഡ്രീംസ് ആണ് തൃശ്ശൂരിന് പരിചയപ്പെടുന്നത്. കത്തുന്ന ചൂടിൽ ഒട്ടേറെ പേരാണ് ഫെനിയുടെ രുചിക്കായി തൃശ്ശൂരിലേക്ക് എത്തുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ 2 കൊല്ലം വർക്ക് ചെയ്തതാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ കഴിച്ചിട്ടുണ്ട് ഈ മൈസൂർ ഫെനി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് അധികം കണ്ടുവന്നിട്ടില്ല, ഇവിടെ മാത്രമേ കണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ ലെയർ ആയിട്ടുള്ളതാണ്. ആദ്യത്തെ ലെയർ ഓട്സ് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു സെമി ലിക്വിഡ് സാധനമാണ്. പിന്നെ അതിൻ്റെ മുകളിലാണ് ഫെനി, അതിൻ്റെ മുകളിൽ ഐസ്ക്രീം വെച്ചിട്ട്, പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് നല്ല റിച്ചാണ്. ഈ ചൂട് സമയത്ത് അത്യാവശ്യം നല്ലൊരു സാധനമാണ്. കഴിക്കുമ്പോൾ നല്ലൊരു റിലീഫ് കിട്ടും. വ്യത്യാസങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഹോട്ട് മിൽക്കിൽ ആണ് കൂടുതലായിട്ട് ചെയ്യണത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹോട്ടിൻ്റെ ഒപ്പം ഇവിടുത്തെ ചൂട് കണക്കാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് കോൾഡ് ഇതിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിൽക്ക് പ്ലസ് കുറേ കണ്ടൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം പഴം എല്ലാം ഇട്ടിട്ട് ഐസ്ക്രീമും ഇട്ട് അതൊരു മിക്സാക്കി അടിച്ച് ആ ഒരു ടെക്സ്ചർ അത് അടിയിൽ വരുന്നതാണ്. അതിൻ്റെ മേലെയാണ് ശരിക്കും ഫേനി വരുന്നത്. അതിൻ്റെ മേലെ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും കുറേ നട്ട്സ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഐസ്ക്രീമും കൂടി ടോപ്പിംഗ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കഴിക്കുമ്പോൾ ഒരു സ്വീറ്റ് തന്നെയാണ്.
ഇതിപ്പോൾ നമുക്ക് മഴക്കാലം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഹോട്ടായിട്ട് കൊടുക്കാനും പറ്റും ഇത്. കുറേ കൂട്ടുകാർ എന്നോട് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റവും നല്ലൊരു ഡെസേർട്ടായിട്ട് എനിക്ക് തോന്നി. ഞാൻ കുറേ കസ്റ്റമേഴ്സിന് ഇങ്ങോട്ട് പറഞ്ഞയക്കാറുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫേനയുടെ രുചി അറിയണമെങ്കിൽ നേരെ തൃശ്ശൂരിലേക്ക് പോയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് എത്താം, വിശേഷങ്ങളിലേക്ക് എത്താം ഒരിടവേളയ്ക്ക് ശേഷം. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. സാധാരണ നിലയിൽ മറ്റാരും കടന്നു ചെല്ലാത്ത രുചി വൈവിധ്യങ്ങൾ തേടിയുള്ള യാത്രയാണ് ഡോക്ടർ CS സൗമ്യയുടെ ജീവിതം. ഫുഡ് ബ്ലോഗർ എന്ന നിലയിൽ സൗമ്യയുടെ വഴികളും രുചികളും വേറിട്ടതാണ്. അറിയാം സൗമ്യ സ്പർശമുള്ള ഈ രുചി വഴികൾ. ഓപ്പൺ ഹാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഓപ്പൺ ഹാർട്ടിൽ ഒരുപാട് അതിഥികളെ കൊണ്ടുവരാറുണ്ട്. അപ്പം അവരിൽ പലരും ചിലപ്പോൾ ഹൈഡായിട്ട് നിൽക്കുന്നവരായിരിക്കും, അധികമായിട്ട് ആൾക്കാർക്ക് അവരെവിടെയാണ് എന്ന് അറിയാത്തവരായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു വൈറൽ താരത്തിനെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫുഡ് സ്പോട്ടുകൾ, നമുക്ക് ഇന്നത്തെ കാലത്ത് യൂട്യൂബർമാർ അല്ലെങ്കിൽ ഈ റീൽസോ ഒക്കെ കാണാതെ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് റീൽസും ഷോർട്സും ഒക്കെയാണ്. അപ്പോൾ ആ റീൽസിലും ഷോർട്സിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു അതിഥിയുണ്ട്. അതായത് എന്നാൽ നമ്മൾ ആ നാട്ടുകാരാണെങ്കിലും നമുക്കറിയാത്ത ചില ഫുഡ് സ്പോട്ടുകളുണ്ട്, അത് പരിചയപ്പെടുത്തുന്ന ഒരാൾ. ആളുടെ പേര് സൗമ്യ എന്നാണ്. ഒരു പക്ഷേ സൗമ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. ഡാൻസിങ് മൈൻഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ആ ചാനലിലെ സൗമ്യയാണെന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ഹായ് സൗമ്യ, വെൽക്കം ടു ഓപ്പൺ ഹാർട്ട്. താങ്ക് യു. എങ്ങനെയാണ് യൂട്യൂബർ ആയത്? കൊറോണ വന്ന സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമായി. എനിക്ക് തോന്നുന്നു നമ്മളൊരു 18 വയസ്സിൽ ക്യാമ്പസിൽ കയറിയിട്ട് ഞാൻ പിന്നെ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് MA, MPhil, PhD കഴിഞ്ഞ എൻ്റെ ഒരു 4ാമത്തെ 5ാമത്തെ ദിവസം MG കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് ജോലിയിലും കയറി. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് നടന്നൊരു പ്രോസസ്സ്. അപ്പൊ എനിക്ക് ഈ കൊറോണ സമയം എന്നെ ഭയങ്കരമായിട്ട് മെന്റലി ഒരു ഡിപ്രഷൻ മോഡിലേക്കൊക്കെ ഞാൻ പോണ ഒരു സ്റ്റേജ് ആയി. എനിക്ക് ക്യാമ്പസ് മിസ് ചെയ്തത് ഭയങ്കര, എനിക്ക് അറിഞ്ഞുകൂടാ, അത് എത്ര ഒന്ന് പറയാൻ അറിയില്ല. അപ്പൊ ഇങ്ങനെ ഭയങ്കര ചിന്തകളാണ്, ഉറക്കമൊന്നുമില്ല. അപ്പൊ രാത്രി ഓൺലൈൻ ക്ലാസ് ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ കുട്ടികളുടെ മുമ്പിലാണ് ടീച്ചർ മാത്രമല്ല, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ക്ലാസ് റൂമുകൾ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിയപ്പോ എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് എന്തെങ്കിലും തരത്തിൽ അപ്പൊ ഇതൊന്നും മാറുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. ഈ കൊറോണ ഒന്നും ഇനി മാറാൻ പോണില്ല. ഇങ്ങനെയാണ്, എനിക്കിനി ക്യാമ്പസിലൊന്നും പോകാൻ പറ്റില്ല, കുട്ടികളെ കൂടെ ഒന്നും ഇരിക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ വന്ന് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. അപ്പോഴും ഉദ്ദേശം കുക്കിംഗ് ആണ്. ഈ ഒരു കോവിഡ് കാലമാണ് ശരിക്കും ഇത്രയും യൂട്യൂബ് ചാനലുകൾ നമുക്ക് ഉണ്ടായ ഒരു കാര്യം. എന്നെ അങ്ങനെ തന്നെ, പക്ഷെ ഞാൻ അപ്പോഴും തുടങ്ങിയില്ല. അതാണ് വേറൊരു രസം. അതാ ഞാൻ എവിടെ വായിച്ചിരുന്നു, 1.5 വർഷം കൊണ്ടായാലും തുടങ്ങിയത്. അതായത് കോവിഡ് ഒക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ 2022 ഇപ്പൊ 2 വർഷം ആവാൻ പോകുന്നത്. അത് കഴിഞ്ഞ് കുക്കിംഗ് ആണ് എന്റെ ഉദ്ദേശം. എനിക്ക് അത്യാവശ്യം തെറ്റില്ലാതെ കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ കുക്കിംഗ് ആണ് എന്റെ വിചാരം. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പണിയല്ലേ, ഒരു ഫോൺ അവിടെ ഓൺ ചെയ്ത് വെക്കാം, നമ്മൾ കുക്ക് ചെയ്യുക എന്നുള്ളൊരു സാധനത്തിലൊക്കെ. പക്ഷെ വീണ്ടും ക്യാമ്പസ് റീഓപ്പൺ ആയി, ക്യാമ്പസിൽ പോയി തുടങ്ങി നമുക്കൊന്നും സമയമില്ലല്ലോ, വീണ്ടും ഇത് അവിടെ വിട്ടു. പക്ഷെ അത് അങ്ങനെ കിടന്നു, എന്റെ മൈൻഡിൽ അങ്ങനെ കിടന്നു. പിന്നീട് ഒരിക്കൽ ഞാനിങ്ങനെ കുട്ടികളുമായിട്ട് ക്ലാസ്സിൽ അങ്ങനെ സംസാരിച്ചു, എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതിനെന്തൊക്കെയാ വേണ്ട എന്താന്ന് പോലും അറിയാത്ത ഒരാളാണ് ഞാൻ. യൂട്യൂബ് ചാനൽ, എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല ആ സമയത്ത്, എനിക്കിതൊന്നുമില്ല. ഈ സോഷ്യൽ മീഡിയയുടെ ഒന്നും അറിയാത്ത ഒരു പൊട്ടക്കുളത്തിലെ തവളയാണ് ഞാൻ. കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കും, തിരിച്ചു വരും, അതിനപ്പുറത്തേക്ക് ഒരു ലോകമില്ല. അപ്പോഴാണ് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞത്, ടീച്ചർ അവർ പറഞ്ഞു, ടീച്ചർ ഇപ്പൊ ഒരു ഫുഡിന്റെ ഒരു ട്രെൻഡ് നിൽക്കുന്ന ഒരു സമയം, ടീച്ചർ കുക്ക് ചെയ്യണേക്കാളും നല്ലത് ഫുഡ് സ്പോട്ടുകൾ കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ പിന്നെ അങ്ങനെ ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെ ഒരു വല്ലാത്ത ഫുഡി ഒന്നുമല്ല, ആസ്വദിച്ച് കഴിക്കും. അപ്പുറത്തേക്ക് എനിക്കിങ്ങനെ ഒരുപാടൊന്നും കഴിക്കാൻ പറ്റുന്ന ഒരാളാണ്. എന്നെ കൊണ്ട് പറ്റുമോ? പറഞ്ഞു പറ്റും, ടീച്ചർ നോക്കുന്നുള്ള അവരാണ് അവരെന്ന് വെച്ചാല് 2014 പഠിപ്പിക്കാൻ തുടങ്ങി. 14 തുടങ്ങി പഠിപ്പിച്ചവർ വരെ ഇപ്പോഴും ഞാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ്. കാരണം കുട്ടികളെ ഞാൻ അങ്ങനത്തെ ഒരു ഇതുണ്ട്, ഒരു ബന്ധമുണ്ട് അവരുടെ ഇടയിൽ. പിന്നെ ഞാൻ ഈ നാട്ടുകാരിയല്ല, അപ്പൊ എനിക്ക് ഇവരേ ഉള്ളൂ. തിരുവനന്തപുരത്ത് എനിക്ക് ഇവരേ ഉള്ളൂ, എന്തിനും വിളിക്കാനും. നമുക്ക് ഇവിടെ ഫ്രണ്ട്സ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല, ആരുമില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ബന്ധം.
അങ്ങനെ തുടങ്ങിയ ഒരു സാധനമാണ്. അപ്പോൾ ഇവർ തന്നെയാണ് ചാനൽ തുടങ്ങുന്നതും ഒക്കെ. ഒരു പരിചയത്തിലുള്ള ഒരു കുട്ടി അയാൾ ചാനൽ തുടങ്ങും. അപ്പോഴെന്ത് വേണം, എന്ത് കണ്ടന്റ് ഇടും, പറഞ്ഞു ഫുഡ് ആൻഡ് ട്രാവൽ എന്നുള്ള നിലയ്ക്ക്. പക്ഷെ ആദ്യത്തെ ഒരു 10 വീഡിയോ ട്രാവൽ മാത്രമായിരുന്നു. വാഗമൺ അങ്ങനെ ഓരോരോ സ്പോട്ടിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാണ്. പക്ഷെ പിന്നെ തിരിച്ചറിഞ്ഞു ഞാൻ ഇത് ഇടുന്നോണ്ട് ആർക്ക് എന്ത് ബെനിഫിറ്റ്? ഒരു 1000 വ്യൂ 2000 വ്യൂ എനിക്കും ഇല്ല. ഈ സ്പോട്ട് കാണിക്കുന്നോണ്ട് ഈ സ്ഥലമൊക്കെ ആർക്കും അറിയാത്തത്, വാഗമൺ അറിയാത്ത ആരെങ്കിലും, ചിതറാല്, ജെയിൻ ടെമ്പിൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സ്ഥിരമായിട്ടുള്ള ഈ വ്ളോഗേഴ്സിന്റെ ഒരു സ്ഥിരം സ്പോട്ടുകളായതല്ല. അപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടാൽ ആ വീഡിയോ ഇടുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണം, എനിക്ക് എന്തായാലും ചെറിയൊരു ബെനിഫിറ്റ് കിട്ടണം, ഒപ്പം ഇത് വേറൊരാൾക്ക്. കാരണം 3 തരത്തിൽ ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ആലോചിച്ചപ്പോ ഇതുപോലെയുള്ള കൊച്ചു സ്ഥലങ്ങൾ അന്വേഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കത് അല്ല, അതാ ഞാൻ ആക്ച്വലി ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പം സാധാരണ ഒരു വ്ളോഗർ എന്ന് പറയുമ്പോഴത്തേന് ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഡംബരമായിട്ടൊക്കെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോകും. പക്ഷേ സൗമ്യയുടെ അല്ലെങ്കിൽ ഡാൻസിങ് മൈൻഡ് എന്ന് പറയുന്ന ചാനലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇങ്ങനെ പക്വമായിട്ട് ഏറ്റവും സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച്, എനിക്ക് തോന്നുന്നു സംസാരത്തിന് പോലും ആൾക്കാർ ആരാധകരുണ്ടെന്ന് തോന്നുന്നല്ലേ? കമന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ സംസാരത്തിൽ പോലും അതെന്താണ് അങ്ങനെ ഒരു ശാന്തമായ രീതിയിലേക്ക്? അത് ഒന്നാമത് ഞാൻ 10 വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിലാണ് നിൽക്കുന്നത്. നമുക്കിങ്ങനെ ബഹളം വെച്ചിട്ട് അങ്ങനെയല്ല, നമ്മളെ രീതി അതാണ്. അധ്യാപിക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പരുവം വന്നു. പിന്നെ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ, ഞാനൊരു ന്യൂജൻ അല്ല, ഞാൻ ഇച്ചിരി ഓൾഡാണ്. ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ പറയുന്നത്. അല്ല, ഞാൻ ഇച്ചിരി ഓൾഡ് ജനറേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെയൊക്കെ തലമുറയിൽ ഒരു പക്ഷെ എനിക്കിങ്ങനെ ബഹളം വെച്ചിട്ടുള്ള രീതി എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുക. പിന്നെ നമ്മൾ കാണിക്കുന്ന സ്ഥലങ്ങളൊന്നും ആ ബഹളം വെക്കാൻ പോകുന്ന സ്ഥലങ്ങളല്ല, വയസ്സായവരാണ്. അവരെന്ന് വെച്ചാൽ ചിലവര് 12 വയസ്സിലും 13 വയസ്സിലും ജോലി തുടങ്ങിയവരാ. ഇന്ന് 75ഉം 80ഉം വയസ്സുണ്ട്. സീനിയർ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. കാരണം നമ്മൾ ഈ പ്രായത്തിൽ എണീറ്റ് നടക്കും, ജീവനോടുണ്ടോന്ന് എനിക്കറിയില്ല, എണീറ്റ് നടക്കും എന്നുള്ളത് വേറൊരു വശം. അവരിപ്പോഴും ഒരു ഗ്യാസ് അടുപ്പില്ല, ഒരു മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല, കിണറിന്ന് വെള്ളം കോരിയിട്ടാണ് കുക്ക് ചെയ്യണത്. പലയിടത്തും ചെല്ലുമ്പോൾ ഫ്രിഡ്ജ് ഒന്നുമില്ല, അപ്പളന്നെ മീൻ മേടിച്ചു, അപ്പളന്നെ വെട്ടി, അപ്പളന്നെ കുക്ക് ചെയ്ത് അവരിങ്ങനെ ലൈവ് നിൽക്കുകയാണ്. അവർക്കൊന്നും ഇരിക്കാൻ സമയമില്ല. അതിനകത്ത് ഏറ്റവും സങ്കടകരമായിട്ട് അവസ്ഥ എന്ന് പറയുന്നത്, ഈ നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിലെ സ്ത്രീകളെല്ലാവരും തന്നെ ഒരു 60% പുറത്തുള്ള ഒരു രോഗികളാണ്. സമയത്ത് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട്, എന്നുവെച്ചാൽ കഴിക്കാൻ പറ്റില്ല. അവരിങ്ങനെ വെളുപ്പിന് 3 മണി എണ്ണയിട്ട യന്ത്രം പോലെ അവരിങ്ങനെ ജോലി ചെയ്യുക. ഇപ്പോഴും അവരുടെ വീടിനും താമസ സൗകര്യങ്ങൾക്കൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. അവരങ്ങനെ തന്നെ തുടരുക. ഇവരുടെ ജനറേഷനോട് കൂടി ഇതൊക്കെ അവസാനിക്കുകയും ചെയ്യും. കാരണം മക്കളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എത്തിയവരൊക്കെ ഉണ്ട്. ചിലവരുടെ വളരെ കഷ്ടമാണ്. എന്നാൽ പോലും ഞാൻ അവിടേക്ക് ചോദിക്കും, മക്കൾ ആരെങ്കിലും ഈ ഫീൽഡിലിടണം? ഇല്ല, ഇത് എന്നോട് കൂടി അവസാനിക്കുന്നതാണ്. അപ്പൊ അത് കഷ്ടമാ നമുക്ക് അങ്ങനെ ചെന്ന് കാണുമ്പോ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ എങ്ങനെ ബഹളം വെക്കും? ചിലർ കരഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അല്ല, ഈ ചില യൂട്യൂബേഴ്സ് ഉണ്ട്, ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, വളരെ ചില ചുരുക്കിയ ആൾക്കാർ ഈ ഔചിത്യം ഇല്ലാതെ ചെന്ന് പെരുമാറിക്കളയും. അവിടെയൊക്കെ ചെന്നിട്ട് ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ അത് ചിലപ്പോൾ അത് അവർക്ക് ഗുണത്തെക്കാളേറെ ചിലപ്പോൾ ദോഷം ചെയ്യും. അല്ല, അങ്ങനെ ഉണ്ട്. നമ്മൾ 1-2 സ്ഥലത്ത് ചെന്നപ്പോൾ വീഡിയോ എടുക്കണ്ട പറഞ്ഞു. അതിനുള്ള അനുഭവം അവര് പറഞ്ഞത്, ഇതിന് മുമ്പേ ചെന്നിട്ടുള്ള 1-2 സ്ഥലങ്ങളിൽ ഈ പറ്റിച്ചിട്ട് പ്രാങ്ക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ അവരുടെ ഉള്ളില് അവരെന്ന് വെച്ചാൽ ഇതൊന്നും അറിയാത്തവരാന്നേ. ഈ കീപാഡ് ഫോണൊക്കെ കയ്യില്, എന്ത് യൂട്യൂബ്, എന്ത് സോഷ്യൽ മീഡിയ, ഇതൊന്നും അറിയാത്ത ഒരു മനുഷ്യരുടെ ഇടയിൽ നമ്മൾ ഇതുകൊണ്ട് ചെല്ലുമ്പോൾ അപ്പൊ അവർക്ക് ആ ഒരു പേടിയുള്ളതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് കാര്യം പറഞ്ഞു തന്നവരുണ്ട്. മോളെ, ഇതാണ് നമുക്ക് വേണ്ട. അങ്ങനെ ഇറങ്ങി പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നു. നമ്മൾ അങ്ങനെ വെച്ചാൽ അവരതിന്റെ റീസൺ പറഞ്ഞു, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ അച്ഛൻ സമ്മതിക്കില്ല, അന്ന് ഇവിടെ വലിയ വഴക്കൊക്കെ ഉണ്ടായി, മോളെ വേണ്ട. അതായത് ഈ പലർക്കും ഈ പറഞ്ഞ പോലെ ഔചിത്യം ഉണ്ടാവാറില്ല. അവർ ചെന്ന് എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. ഈ ചില കമന്റുകളിനകത്ത് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാല്, ചേച്ചി ഞങ്ങള് ഇത് ഈ സ്ഥലം എൻ്റെ നാടായിട്ട് പോലും എനിക്ക് ഈ സ്ഥലം ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് അവർക്ക് തൊട്ടടുത്തുള്ള സ്ഥലമായിരിക്കും, പക്ഷെ അവർക്ക് ആ സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ സൗമ്യ എങ്ങനെയാണ് ഇത്തരം സ്പോട്ടുകൾ കണ്ടെത്തുന്നത്? ആദ്യത്തെ ഒരു വർഷം എന്ന് പറയുന്നത് എനിക്ക് സ്ട്രഗിളിംഗ് പീരീഡ് ആയിരുന്നു. സ്കൂട്ടർ എടുക്കും, രാവിലെ ഞാൻ അങ്ങോട്ട് പോകും. കോളേജിലെ ജോലി ഞാൻ ഒരു സമയത്ത് ഞാൻ അങ്ങ് വേണ്ടാന്ന് വെച്ചു. പൂർണ്ണമായ അവസ്ഥയിൽ ജോലിക്ക് പോകുന്നില്ല. കാരണം ഇത് രണ്ടും കൂടെ, ഒന്ന് പ്രൊഫഷനും ഒന്ന് പാഷനുമാണ്. പാഷനും പ്രൊഫഷനും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ ഒരു വർഷം ഞാൻ നോക്കി, പക്ഷെ എന്നെ കൊണ്ട് നടക്കൂല. നമുക്ക് ഈ ശനി ഞായർ മാത്രം ഷൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ കാണില്ല. ഞാൻ തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തു. ഇപ്പോഴും ഞാൻ പോകുന്നില്ല. അല്ല, ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ ആളിനെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ആക്ച്വലി ആളെന്ന് പറയുമ്പോഴത്തേന് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ്. സാൻസ്ക്രിറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ ആ ആളാണ് അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് എക്സ്ട്രീം ഡിഫറെന്റ്. ഈ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനെ അതൊരു ഭയങ്കര സമൂഹത്തിൽ നല്ല മാന്യമായ, അല്ലെങ്കിൽ നമ്മളൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉള്ള
അങ്ങനെ ഒരു വലിയ ഫാൻസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. പക്ഷെ അതിനേക്കാളും റെസ്പെക്റ്റും പേരും ഒക്കെ ഇപ്പൊ എനിക്കുണ്ട്. അത് എന്റെ കുട്ടികളുടെ ഇടയിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പക്ഷെ അങ്ങനല്ല, എവിടെ ചെന്നാലും നമ്മളെ ഇന്നാളല്ലേ എന്ന് ചോദിക്കുന്നത്. നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിയുന്നുണ്ട്. സ്കൂട്ടർ എടുത്തിട്ട് ഞാൻ പോകും ഇങ്ങനെ വിദൂര, അമ്പൂരി, കാട്ടാക്കട അവിടെ. കാരണം ഞാനൊരു 10-16 വർഷമായിട്ട് തിരുവനന്തപുരത്തുണ്ട്. അപ്പൊ ഏകദേശം റൂട്ടുകളൊക്കെ എനിക്കറിയാം. അങ്ങനെ പോകുമ്പോ എവിടെയെങ്കിലും പോയിട്ട് വെള്ളം കുടിക്കും, ഭക്ഷണം കഴിക്കും, ഏതെങ്കിലും അമ്മമാരെയൊക്കെ കാണും, അത് ഞാൻ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ നല്ല ഹോംവർക്ക് ആ സമയത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉള്ള ഗുണം എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ കൂടെ, യൂട്യൂബിൽ കൂടെ, ഇൻസ്റ്റാഗ്രാം, മെയിലൊക്കെ ആയിട്ട് എന്നെ തേടി വരുന്നത്. ഇപ്പൊ ഒന്നിനും വേണ്ടി നമ്മൾ പോവണ്ട. ഇന്നലെ വന്ന വീഡിയോ അങ്ങനെയാണ്, ഒരു വീഡിയോ എടുത്ത് തരുമോ, സഹായിക്കും, അവരവർ തന്നെ അയക്കുന്നവരുണ്ട്. ഇതൊന്നും അറിയാത്ത കുറെ ആളുകളുണ്ട്. അവരവർ ഇവിടെ ഒരു അമ്മയുടെ കട എഴുതി വെച്ച് 10-75 വർഷമായി, 100 വർഷത്തിന് പുറത്തുള്ള കടകൾ വരെയുണ്ട്, 3ാമത്തെ ജനറേഷൻ കട നടത്തുന്നവര്. അപ്പൊ ഒന്ന് വന്ന് വീഡിയോ ചെയ്യും, അവർക്കൊരു ഉപകാരവും എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പം എന്നെ തേടി വരികയാണ്. പക്ഷെ ഒരു സമയത്ത് ഞാൻ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ചിട്ടാണ് എത്തുന്നത്. എനിക്ക് പിന്നെ ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോഴുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവിടെ നിന്നും പഴകിയ ഭക്ഷണം പിടിക്കാൻ പോകുന്നില്ല. അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് ആർക്കും വയറിനൊരു കേടും വരാൻ പോകുന്നില്ല. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഞാൻ തലേന്ന് പോയി ഫുഡ് കഴിച്ചിട്ടാണ് പിറ്റേന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത്. ഇവർക്ക് ഫോണൊന്നും ഇല്ലല്ലോ, നമുക്ക് വിളിച്ചു ചോദിക്കാൻ പറ്റില്ല. ഈ വാട്സപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇടുന്ന കമന്റ് ആണ്. ഈ കമന്റ് വിശ്വസിച്ച് നമ്മൾ അവിടെ ചെന്ന് ആ കട കണ്ടുപിടിച്ച് അവിടത്തെ ഫുഡ് കഴിക്കും. പിന്നെ അവർക്ക് സോഷ്യൽ മീഡിയ അറിയാത്തതുകൊണ്ട് നമ്മളെ അവർ അറിയില്ലല്ലോ. അത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ പറയുന്ന വേറൊരാള് ഇത് രുചികരമായ ഭക്ഷണമാണെന്ന് പറഞ്ഞാലും അത് കോൺഫിഡൻസ് വരുത്തിയിട്ടെ, അതായത് അത് കൊള്ളാമെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ പോയെടുക്കത്തുള്ളൂ. ഇതൊക്കെ നമുക്ക് നോക്കാം. ഈ പരിസരം അവിടെ എങ്ങനെ, അതിന്റെ ഹൈജീനൊക്കെ നമ്മൾ കുറച്ചെങ്കിലും നോക്കണമല്ലോ. അപ്പൊ ചെല്ലും, നമ്മൾ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ചോദിക്കും, അമ്മ ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതാണ്, ഞാനൊരു വീഡിയോ എടുത്തോട്ടെ ചോദിക്കും. അങ്ങനെയാണ് മിക്കവാറും വീട് തിരുവനന്തപുരത്ത്. പക്ഷെ നമുക്കിപ്പോ വേറെ ജില്ലയിലൊക്കെ പോകുമ്പോൾ അത് അത്ര പ്രായോഗികമല്ല. ആലപ്പുഴയും കൊല്ലമൊക്കെ പോകുമ്പോ എന്ന് വെച്ചാൽ അങ്ങ് പോവുകയാണ്, പോയി ഇല്ലെങ്കിൽ ഈ 3 തരം ഉപകാരമാണെന്ന് എന്റെ ആദ്യമേ പറഞ്ഞല്ലോ. അതായത് ഒന്നുകിൽ ഈ പബ്ലിക്കിന് കാണുന്നവർക്ക് ഗുണം ഉണ്ടാവണം, 2 എനിക്ക് ഗുണം ഉണ്ടാവണം, ഇതല്ലെങ്കിൽ 3ാമത് ഇത് ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അവർക്കും കൂടെ ഗുണം ഉണ്ടാവണം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാലേ ഇതിനകത്ത് ഈ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ യൂട്യൂബേഴ്സ് എപ്പോഴും അവരുടെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ റവന്യൂ സൈഡാണ്. അതായത് എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാഷനെ ഞാൻ എൻ്റെ പ്രൊഫഷൻ ആക്കുമ്പോഴാണല്ലോ നമുക്ക് റവന്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സൗമ്യ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ റവന്യൂ സൈഡ് നോക്കുന്ന കാര്യങ്ങളല്ല. അതായത് റവന്യൂ സൈഡ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊളാബ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ യൂട്യൂബേഴ്സിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ഫേമസ് ആയി കഴിഞ്ഞാൽ, എനിക്ക് ഒരു പർട്ടിക്കുലർ സബ്സ്ക്രൈബേഴ്സ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ കൊളാബിലേക്ക് കടക്കുക. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പെയ്ഡ് പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൗമ്യയ്ക്കൊപ്പം ഇതിനകത്ത് നിന്നുള്ള വരുമാന സാധ്യത എങ്ങനെയാണ്? എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ മാത്രമേ ഉള്ളൂ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരൊറ്റ പെയ്ഡ് പ്രൊമോഷൻ കാണാൻ പറ്റില്ല. യൂട്യൂബ് ചാനലിൽ ഒന്നും ചെയ്യാറില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട്. നമ്മൾ ഇങ്ങനെ ഇടുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഊഹിക്കാലോ, എന്തായാലും അവരാരും എന്നെ കൊണ്ട് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യിക്കുന്നവരല്ല, എന്താണെന്ന് അറിയാത്തവരാണ്. അപ്പൊ അവര് നമ്മളെ വീഡിയോ പലതും പിന്നെ ഞാൻ മിക്കവാറും പോകും കേട്ടോ. ഈ കഴിച്ച സ്ഥലങ്ങളിൽ, വീഡിയോ ഇട്ട സ്ഥലങ്ങളിൽ ഞാൻ വീണ്ടും പോകും, റിപ്പീറ്റ് പോകുന്ന ആളാണ്. കാരണം അന്ന് കിട്ടിയ ഫുഡാണോ എന്ന് അറിയണമല്ലോ, നമ്മള് വീഡിയോ ഇട്ടില്ലേ. അപ്പൊ ചെല്ലുമ്പോഴാണ് ഞാനാണ് കാണിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടോ ചോദിക്കുമ്പോൾ ചിലർ ഞങ്ങളെ സീരിയൽ എടുത്തെന്നൊക്കെ അവര് പറഞ്ഞു എന്നൊക്കെ പറയും. അപ്പൊ അത്രയും നിഷ്കളങ്കമായവരാണ്. അപ്പൊ എനിക്ക് യൂട്യൂബിന്റെ റവന്യൂ തന്നെയാണ് നമുക്കുള്ള വീഡിയോ ചെയ്തതിനു ശേഷം അവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് അത് നമ്മളെ വിളിച്ചു പറയും. ഞാൻ മിക്കവാറും ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് വരും. അപ്പൊ കൊടുത്തിട്ട് വന്നിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാൻ പറയും. അപ്പൊ അങ്ങനെ വിളിക്കുമ്പോ പറയുന്നത് ഇതാണ്, നമ്മളെ ഒരുപാട് പേര് വന്നു ഗൾഫിൽ നിന്നൊക്കെ. അപ്പൊ ചിലവോടത്തെ നമ്പർ ഞാൻ കൊടുക്കും, കാരണം അവർക്ക് കോൺടാക്ട് കൊടുക്കാൻ വിഷയമില്ലാത്ത ആളുകളാണ് ഞാൻ കൊടുത്തിരിക്കും. അപ്പൊ ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ചു. അവരെ ഏറ്റവും രസം അനുശ്രീ നടി, പുള്ളിക്കാരി നമ്മൾ വീഡിയോ ഇട്ട ഒരു പഴങ്കഞ്ഞി അവിടെ ചെന്ന് കഞ്ഞി കുടിച്ചു കാരേറ്റ്. അമ്മ എന്നെ വിളിച്ചു, മോളെ ഇവിടെ സിനിമ നടിയൊക്കെ വന്നു. അപ്പൊ അതൊക്കെ അവരുടെ സന്തോഷം. അമ്മയ്ക്കാണെങ്കിൽ ഭർത്താവില്ല, മകനില്ല, എല്ലാവരും മരിച്ചുപോയി. പക്ഷെ ഇവർക്ക് ജീവിക്കണല്ലോ. ഇവരിങ്ങനെ ഒരു പഴങ്കഞ്ഞിക്കട തുടങ്ങി ഒറ്റയ്ക്കായി പോയോണ്ട് അതിനെ മറികടക്കാൻ. കാരേറ്റ് ജംഗ്ഷനിൽ തന്നെ ഒരു അമ്മയുടെ വീടാ. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങള് ഇപ്പൊ നമ്മള് റീസെന്റ് ആയിട്ട് നെയ്യാറ്റിൻകരയിലെ ഒരു അച്ഛന്റെ അമ്മയുടെ അത് ചിലതൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ചില സാധനങ്ങൾ നമ്മൾ എത്തിപ്പെടുന്നതല്ല, എന്നെ അവിടെ എത്തിക്കുക. നമ്മൾ പറയില്ല ചില നിയോഗം എന്നൊക്കെ. വേറൊരു സ്ഥലം അന്വേഷിച്ചു പോയതാണ്. അപ്പൊ ഒരു വീടിന്റെ ഫ്രണ്ടിൽ തട്ടുകടാന്നൊരു ബോർഡ്, പക്ഷെ ഒരു മനുഷ്യനില്ല. തട്ടുകടാന്നൊരു ബോർഡ് മാത്രം. പണ്ടുണ്ടായിരുന്ന ബോർഡ് മാറ്റാത്തായിരിക്കും. എന്തായാലും ഒരു ചായ കുടിക്കാം രാവിലെ, അങ്ങോട്ട് കയറി ചെന്നു. അമ്മ ഒരു ചായ ചെയ്തു ചോദിച്ചു. ഞാൻ സംസാരിച്ചു. അപ്പോൾ ഒരു വശം തളർന്നു പോയ കണ്ണിന് കാഴ്ച ഇല്ലാത്ത ഒരു അമ്മയാണ്. ഒരു സ്റ്റെപ്പിലിരിക്കുകയാണ്. അച്ഛൻ്റെ കാലിൽ മന്ത് വന്നിട്ട്, മന്ത് പോലെയുള്ള എന്തോ ഒരു അസുഖം, 2 വർഷമായിട്ട് മുറിവ് കരിയാണ്ട് ഒരു കാല് വലിയ വണ്ണം, ഒരു കാല് ഞാൻ ശോഷിച്ചിട്ട് അങ്ങനെ വലിച്ചിട്ട് ചായയും ദോശയൊക്കെ ഉണ്ടാക്കി തരുന്നു. അപ്പൊ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമം തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മളൊരു വീഡിയോ എടുത്ത് ഇട്ടോട്ടെ. മക്കള് അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് എന്തൊക്കെയോ കാരണങ്ങളുണ്ട്, അവർ ഒറ്റപ്പെട്ടോണ്ടാണ് ജീവിക്കുന്നത്. വളരെ പരിമിതമായ ഒരു സാഹചര്യം, തൊഴുത്ത് എന്നൊക്കെ പറയാവുന്ന രീതി.
ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ പൈസ ഇല്ല, ആഹാരം കഴിക്കാൻ പൈസ ഇല്ല, ഈ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല, ഒന്നുമില്ല. 6 മണി മുതൽ 10 മണി വരെ ഒരു 8 പേരോ 9 പേരോ കഴിക്കാൻ വരും. എത്ര ദോശ മാത്രമേ എത്ര പൈസ കിട്ടും? അങ്ങനെ ഒരു ഇത് ആ വീഡിയോ എടുത്തേ ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു ഇടാൻ പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഞങ്ങൾ പോയി വീഡിയോ എടുത്തു. കുറേ ഭയങ്കര സങ്കടം, എനിക്ക് തോന്നുന്നു ഏറ്റവും സങ്കടത്തിൽ എടുത്തൊരു വീഡിയോ അതാണ്. കാരണം അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തു. അവിടുത്തെ പോസ്റ്റ് ചെയ്ത എല്ലാം ഷൂട്ട് ചെയ്ത് വീഡിയോ ഇടാൻ പോയപ്പോഴാണ് ഇവരുടെ അക്കൗണ്ട് നമ്പർ വന്നു. അക്കൗണ്ട് നമ്പർ ബാങ്കിൽ വിളിച്ചപ്പോഴാണ് അക്കൗണ്ട് നമ്പർ നിലയിൽ വർക്കിംഗ്. ഇവരെ രണ്ടുപേരും ബാങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കണ്ടീഷൻ ഇല്ല, ഫിസിക്കൽ കണ്ടീഷൻ അല്ല. പിന്നെ വാർഡ് മെമ്പർ പുള്ളിയും കൂടെ സഹായിച്ച് എങ്ങനെയൊക്കെയോ അക്കൗണ്ട് ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തു. ഒരു 24 hours നല്ലൊരു പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് വരും. അവർ രണ്ടുപേരും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. രണ്ടുപേരും രോഗികളാണ്. അപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും കൊണ്ടുവരെ ചികിത്സ അങ്ങനെ കൊണ്ടുനടക്കാറില്ല. അപ്പൊ പ്രൈവറ്റിൽ തന്നെ ആക്കിയിട്ട് അവരുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ ഇനി അതിന്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ നമ്മൾ ചെയ്യണം, പോണം. അപ്പൊ അവരുടെ ആദ്യത്തെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കുറേശ്ശെ. ഞാനൊരു ചാരിറ്റി ചെയ്യാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മുടെ ഒരു ഫുഡ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പക്ഷെ നമ്മുടെ അടുത്തേക്ക് വന്നു പോകുന്നതാണ്. അപ്പൊ അത് നമുക്ക് സഹായിച്ചല്ലേ പറ്റുള്ളൂ. അവരോട് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ പോയി കഴിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ 50 പേര് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ആരോഗ്യ അവർക്കില്ല. അവർക്കില്ല. അവർക്ക് ഉണ്ടാക്കാൻ വയ്യ, പിന്നെ അവരെങ്ങനെ ബാക്കി ഉണ്ടാക്കി കൊടുക്കും? പക്ഷെ കുറെ വർഷം ചെയ്തൊരു ജോലി നിർത്താൻ പറ്റാത്തതുകൊണ്ട് അതുങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. 10 ദോശയും 15 ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട്. പക്ഷെ അവർക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയ സഹായം അതായിരുന്നു. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഈ ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചത്, അതായത് ഈ ഒരു വ്ളോഗിങ് അനുഭവത്തില് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കി അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാക്കിയ ഒരു കാര്യം അത് തന്നെയായിരിക്കും അല്ലേ? ഞാൻ ഭയങ്കര സെൻസിറ്റീവ് പേഴ്സൺ ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ തന്നെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ അന്ന് അവര് കരയുവാണ്, അമ്മ പറഞ്ഞിട്ട് കരയുവാണ്. 28 വയസ്സിലെ കണ്ണിന്റെ കാഴ്ച പോയി. അത് കഴിഞ്ഞിട്ട് ശരീരത്തിന്റെ ഒരു ഭാഗം, നമുക്ക് എല്ലാം ഉണ്ടായിട്ടും ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇത്രയും വൈയായികളിലുള്ള പ്രായം ഒരു സ്റ്റേജിൽ കഴിഞ്ഞ് ഈ ഞാൻ ശരിക്കും പറഞ്ഞാൽ സൗമ്യയുടെ ഒരു വീഡിയോ കണ്ടെന്ന്, ഒരു കട്ട് വെജിറ്റബിൾസ് കൊടുക്കുന്ന ഇവിടെ അടുത്തുള്ള ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനുശേഷം കുറച്ച് കട്ട് വെജിറ്റബിൾസ് ഒക്കെ ഞാൻ മേടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടുന്ന്. ഞാൻ ഇങ്ങനെ മേടിക്കാറുണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ഇൻസ്റ്റയിൽ മാത്രമുള്ള ഇൻസ്റ്റയിൽ മാത്രം ഈ പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യും. കാരണം നമുക്ക് ക്യാമറ എഡിറ്റിംഗ് ഒക്കെ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് റവന്യൂ റവന്യൂ ഇല്ല. അപ്പൊ നമുക്ക് ഇതുപോലെ ചെയ്യുന്ന ചില പ്രൊമോഷൻസ് മാത്രമാണ് ഒരു റവന്യൂ. അപ്പൊ എനിക്ക് എന്റെ കൂടെ നിൽക്കുന്ന എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചോദിക്കണം എന്ന് ഒരു കാര്യമുണ്ട്. അതായത് കൂടെ നിൽക്കുന്നു എന്ന് എൻ്റെ അടുത്ത് വിളിച്ചപ്പോഴും പറഞ്ഞായിരുന്നു. സാധാരണ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ബ്ലോഗർ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുക, അവരത് സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുക, സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യുക, അതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ സൗമ്യ എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ കൂടെ ഒരു കൂട്ടം പിള്ളേരുണ്ട്, അവരുടെയും കൂടെ വരുമാനം. അതെന്താണ് അത്? അങ്ങനെ അത് വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് വേണ്ട, ഞാൻ ഒരു കൂട്ടത്തെ. ഒന്നാമത് ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനെ പറ്റിയൊന്നും അത്ര ബോധമുള്ള ഒരാളല്ല, എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്ന്. അപ്പൊ വീഡിയോ ഒക്കെ പിന്നെ നമ്മളെ ഫുഡാണ്. അപ്പൊ ഫുഡ് നമ്മൾ തന്നെ സെൽഫി ക്യാമറ വെച്ച് അത് ഷൂട്ട് ചെയ്ത് നമ്മൾ തന്നെ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗി കുറവുണ്ട്. അപ്പൊ എനിക്കൊന്ന് ഒരു പ്രൊഫഷണൽ രീതിയിൽ വേണം തോന്നിയോണ്ട് ക്യാമറ നന്നായി ചെയ്യുന്ന ഒരാളെ കൂടെ കൂട്ടി. അപ്പോൾ പുള്ളിക്കാരൻ അന്ന് മുതൽ ക്യാമറന്റെ കൂടെ അന്ന് മുതൽ അവൻ തന്നെയാണ് ചെയ്യുന്നത്. എഡിറ്റിംഗ് കാര്യങ്ങളും എല്ലാം ചെയ്യും. എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടെ. എഡിറ്റിംഗ് ആയാലും ഇപ്പൊ നമ്മൾ മെനക്കെട്ടിരുന്ന എല്ലാം ചെയ്യും. പഠിക്കില്ല എന്ന് ചോദിച്ചാൽ എല്ലാം പഠിക്കും. ഇവിടം വരെ എത്തിയില്ലേ, അപ്പൊ ഇതൊക്കെ പഠിക്കും. പക്ഷെ അപ്പൊ വിചാരിച്ചു അപ്പൊ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അത് അവർക്കും കൂടി നല്ലതാണ്. അങ്ങനെ ഒരു സാധനം വന്നു. പിന്നെ അവന്റെ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, അവൻ വിട്ട് ഫുൾ ടൈം ആയിട്ട് ഇതിൽ നിൽക്കാൻ തുടങ്ങി. പക്ഷെ ആദ്യത്തെ ഒരു കുറെ സമയം നമുക്കൊന്നും പേയ്മെന്റ് ഒന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ പിന്നെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ റെമ്യൂണർ നമുക്ക് മോണിറ്റൈസ്ഡ് ആയി, അപ്പൊ പൈസയൊക്കെ വരാൻ തുടങ്ങിയ സമയത്ത് പിന്നെ എനിക്കത് പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ അപ്പൊ കൂടെ ഒരാൾ ഉള്ളത് കൊണ്ടാണ് എല്ലാം നടക്കുക. എല്ലാം ഞാൻ തന്നെ ചെയ്യുമ്പോൾ ഞാൻ പക്ക ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ എനിക്കൊരു മകനൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നമ്മൾ നോക്കണം. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അപ്പൊ കുട്ടിയുടെ സ്കൂള് മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം. ഷൂട്ടിന് നമ്മൾ പോകണം. പിന്നെ വന്ന് എഡിറ്റിംഗും കൂടി ആകുമ്പോഴേക്കും ഇത് കൂടാതെ നമ്മളെ ഇൻസ്റ്റയിൽ പോകുന്ന എല്ലാം ഡബ് ചെയ്തിട്ടാണ്. അപ്പൊ ഇതിനെ ഡബ് ചെയ്യണം, ഇതിന് പ്രത്യേക റീല് പ്രത്യേകം എഡിറ്റ് ചെയ്യണം, വീഡിയോ പ്രത്യേകം എഡിറ്റ് ചെയ്യണം. ഇതെല്ലാം കൂടി ആകുമ്പോൾ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി പഴയ തലമുറ ആയതുകൊണ്ട് നമുക്ക് ചില സിസ്റ്റത്തിൽ കൂടെ ജീവിക്കുന്ന ഒരാളാണ്. ഈ പുലർച്ചെ ഉറക്കം എണീക്കുക, 10 മണിക്ക് ഉറങ്ങുക. ഇല്ല, അങ്ങനെ ഞാൻ ഭയങ്കര ഒരു വിശ്വാസിയല്ല. ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് മുഴുവൻ ഫുഡ് ബ്ലോഗിംഗ്, പക്ഷെ ചാനലിന്റെ പേര് ഡാൻസിങ് മൈൻഡ് എന്ന്. അപ്പൊ അത് എനിക്കൊന്ന് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നത്. എന്നാലും ഞാനിവിടെ ചോദിക്കുക, ഞാൻ ക്ലീഷ ഇല്ലെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ചോദിക്കുക, എന്താണ് ഈ ഡാൻസിങ് മൈൻഡിന്റെ അർത്ഥം? ഡാൻസിങ് മൈൻഡ് എന്ന് വെച്ചാൽ മനസ്സിന്റെ നൃത്തം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മനസ്സ് നൃത്തം വയ്ക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാഴ്ചകൾ കാണുമ്പോൾ, നമ്മൾ കണ്ടു മറന്ന ചില സാധനങ്ങളിലേക്ക് നമ്മളെ തിരിച്ചെത്തിക്കുമ്പോൾ, ഈ ഗൃഹാതുരത്വം ഉണർത്തുന്ന ചില കാഴ്ചകൾ, ചില രുചികൾ, അതൊക്കെ തരുമ്പോഴാണ്.
അപ്പൊ നമ്മുടെ ചാനലില് അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ കുട്ടിക്കാലത്തെ ചില ഓർമ്മകൾ. നമുക്കൊക്കെ ഇപ്പൊ എനിക്കൊക്കെ എന്റെ അമ്മൂമ്മയാണ് എന്നെ വളർത്തിയത്. അപ്പൊ അമ്മൂമ്മയൊക്കെ ഓരോ ചായക്കടയിലൊക്കെ കൊണ്ടുപോകണം. അതുപോലത്തെ ചായക്കടകളൊക്കെ പലപ്പോഴും നമ്മൾ ഈ കാണിക്കുന്നത്. അവിടെയൊക്കെ ചെന്നിരിക്കുമ്പോൾ അമ്മൂമ്മ മരിച്ചുപോയി. അപ്പൊ എനിക്ക് അതിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അമ്മൂമ്മേനെ കിട്ടിയ പോലത്തെ ഒരു ഫീല് വരും. അന്ന് അമ്മൂമ്മയുടെ കൂടെ പുട്ടും പയറും ഒക്കെ കഴിക്കാൻ പോയിരുന്ന സ്ഥലങ്ങള്. ഭയങ്കര നൊസ്റ്റാൾജിക് ജീവിയാണ്, അതിന്റെ കുഴപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മനസ്സ് നൃത്തം വെക്കുന്ന ഒരു ഇടമാണ് ഡാൻസിങ് മൈൻഡ്. അപ്പൊ അത് ഭക്ഷണം കണ്ടുകൊണ്ട് മാത്രമാവണമെന്നില്ല. പിന്നെ ഞാൻ ഈ കാണിക്കുന്നതൊന്നും ഈ ലോകത്ത് ഒരിടത്തും കിട്ടാത്ത ഫുഡിനെ പറ്റി നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പവും ചമ്മന്തി, ദോശയും ചമ്മന്തി, ചോറും മീൻ വറുത്തത്, പുളിശ്ശേരി, ഇതൊക്കെ നമ്മളെ വീട്ടിലും ഉണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ കിട്ടണ പോലെയുള്ള രുചികൾ വീട്ടിൽ വെക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാരണം കൊണ്ട് മറ്റു നാടുകളിൽ. അങ്ങനെയുള്ളവർക്ക് ചെറിയ പൈസക്ക് സ്വന്തം വീട്ടിൽ അമ്മ കൊടുക്കുന്നത് പോലെ സ്നേഹത്തോട് വിളമ്പി കൊടുക്കുന്ന ഒരമ്മയും ആ മായമില്ലാത്ത ഭക്ഷണം, അതാണ് നമ്മൾ കാണിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് നൃത്തം വെക്കും. പക്ഷേ സെർച്ച് എഞ്ചിനകത്ത് ഈ വരുമ്പോഴേ ഈ SEO വരുമ്പോഴത്തേക്കും ഈ ഒരു ഡാൻസിങ് മൈൻഡും ഫുഡും കൂടെ തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഞാൻ അതുകൊണ്ട് ചാനലിൽ പറഞ്ഞാൽ കൃത്യമായി എഴുതിയിട്ടിട്ടുണ്ട്. ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളും മറഞ്ഞു പോകുന്ന രുചികളും കാഴ്ചകളും ഒക്കെയാണ്. അങ്ങനെ മനസ്സ് നൃത്തം വെക്കുന്ന ഇടമാണ് നമ്മുടെ ഡാൻസിങ് മൈൻഡ്. അതായത് കൃത്യമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ചെറുകിട ഹോട്ടലുകളും അല്ലെങ്കിൽ ഈ രണ്ടുപേരും പ്രായമുള്ള അമ്മയും അച്ഛനും ഒക്കെ ചെയ്യുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് ഇവർക്ക് ഓപ്പോസിറ്റ് ഉള്ള ഇതിനപ്പുറം ഒരു വലിയ വിശാലമായ ഹോട്ടലുകൾ നടത്തുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ശത്രുക്കൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവത്തില്ലേ? ഇവർ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ മോശമായിട്ട് ബിഹേവിയർ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു അനുഭവം എനിക്കില്ല. അത് പലരും പണ്ട് പറഞ്ഞ ടീച്ചറെ സൂക്ഷിച്ചോ, നിങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടും, പലരും ഒക്കെ ഇപ്പൊ തമാശക്കൊക്കെ കുട്ടികൾ പറയും. പക്ഷെ എനിക്ക് ഇതേവരെ അങ്ങനത്തെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. ആരും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല? ഒന്നുമില്ല, അങ്ങനത്തെ ഒരു തരത്തിലും ഇല്ല. അങ്ങനെ ഒരു ഇതുവരെ ഒരു അനുഭവത്തില്ല. പിന്നെ ചില കമന്റുകളൊക്കെ വരും. ഇപ്പൊ നമ്മള് ഫുഡൊക്കെ നമ്മൾ ഇടുന്നതിന്റെ അടിയിൽ ചില നെഗറ്റീവ് കമന്റ് ഒക്കെ വരും. അവിടുത്തെ ഫുഡ് കൊള്ളില്ല, തീരെ ഇതാണ്, മോശമാണ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കും അപ്പുറത്ത് എവിടെയും കടയുള്ള ആളായിരിക്കും എന്ന് ഞാനങ്ങ് വിചാരിക്കും. തട്ടുകടകളുടെ കടിയിലാണ് വരിക. അപ്പൊ സ്വാഭാവികമായി അങ്ങനത്തെ ഒരു കാര്യത്തിനാണെങ്കിൽ ഞാൻ കഴിച്ചു നോക്കിയിട്ട് ആണ് 2 പ്രാവശ്യം കഴിക്കും. തലേന്ന് പോയി കഴിക്കും, പിറ്റേന്ന് വീണ്ടും ഞാൻ പോകും വീഡിയോക്ക് വേണ്ടി. നമ്മള് പോകുന്ന സ്ഥലങ്ങളുടെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും 50 ഊണായിരിക്കും അന്നുണ്ടാക്കുക. അല്ലെങ്കിൽ ഒരു 30 പേർക്കുള്ള കാപ്പി പലഹാരങ്ങളായിരിക്കും ഉണ്ടാക്കുക. അവിടെ പോയിട്ട് നമുക്ക് എങ്ങനെ പൈസ കൊടുക്കാതെ, ഞങ്ങൾ ചിലപ്പോൾ 2-3 പേരായിരിക്കും പോവുക, നമുക്ക് എങ്ങനെ പൈസ കൊടുക്കാതെ കഴിക്കാൻ പറ്റും? അതായത് അവിടെ ചെന്ന് അവർക്ക് കാശ് കൊടുത്ത് നമ്മൾ പൈസ കൊടുത്ത ചിലവര് ഇപ്പൊ ഭയങ്കരമായിട്ട് നിർബന്ധം പിടിച്ച് എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കണ പോലെയല്ലേ പൈസ വേണം നിങ്ങൾ. ഞങ്ങൾ ചില വീഡിയോ 5 മണിക്കൂറാണ് ഒരു വീഡിയോ ഷൂട്ടിനുള്ള. അവര് അതായത് ഇപ്പൊ ഒരു രസവടിയാണ് വിചാരിച്ചോ, അവര് പരിപ്പ് കുഴയ്ക്കുമ്പോ നമ്മളെ റീലൊക്കെ നോക്കിയാൽ അറിയാം, പരിപ്പ് കുഴയ്ക്കുന്നോട് പറയും നമ്മളവിടെ ഉണ്ട്. പിന്നെ ഈ പരിപ്പ് കുതിർന്ന് ഇതിനെ അരച്ച് രസവടയാക്കി ഇത് കുതിർന്ന് രസവടയായിട്ടേ നമ്മൾ പോകും. അല്ല, സാധാരണ ചെയ്യുന്ന പറഞ്ഞാലേ ആദ്യം രസവട റെഡി ആയിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇതിന്റെ പരിപ്പ് തൽക്കാലത്തേക്ക് സെറ്റാക്കി ഒരു പരിപാടി. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം ഒരു ഷൂട്ടേ നടക്കും. 5 മണിക്കൂർ ഷൂട്ട്. ഈ 5 മണിക്കൂർ നമ്മളൊരു വീട്ടിൽ പോയി നിൽക്കുമ്പോ നമ്മൾ അവിടുത്തെ ആളായി കഴിഞ്ഞു. എന്റെ ഈ സംസാരം അറിയാതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ പിന്നെ അവർക്ക് പൈസ മേടിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നിർബന്ധിക്കാം. പക്ഷെ നമ്മളാണ് കൈനീട്ട കച്ചവടം. എല്ലാ സാധ്യത്തിന് ഞാനാണല്ലോ. അങ്ങനെ നിർബന്ധിച്ചിട്ട് കൊടുത്തിട്ട് പോരേണ്ട ഇടങ്ങളുണ്ട്. അങ്ങനെ മിക്കവാറും ഇവിടെ ഒന്നും ഗൂഗിൾ പേ ഉണ്ടാവില്ല. ഓരോ സ്ഥലത്ത് ഗൂഗിൾ പേ ഉണ്ടാവില്ല. നമ്മൾ പൈസ ആയിട്ട് തന്നെ കൊണ്ടുപോകേണ്ടിരും. അങ്ങനെ ചിലപ്പോ ഇടിച്ചു പിടിച്ചൊക്കെയാണ് അവിടെ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് പോരാ. അത് സ്വാഭാവികമായിട്ടും ഈ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ 5 മണിക്കൂർ നിന്ന് കഴിയുമ്പോഴത്തേനും അവർക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അവർക്ക് ഭയങ്കര വിഷമാണ്. കാരണം അവരിങ്ങനെ പറയും ഇരിക്കുക. അവര് ഈ വിറകടുപ്പിൽ ഇങ്ങനെ പണിയുമ്പോ ഞാനും അവിടെ തന്നെ ഉണ്ട്. ഈ അടുപ്പിൽ ഇതിന്റെ ചോട്ടിൽ തന്നെ ഞാനും കാണും. അപ്പൊ അവർക്ക് വിഷമാണ്. അയ്യോ ചൂടടിക്കില്ല, നമ്മൾ കുഴപ്പമില്ല, അവിടെ ഫാനൊന്നും ഉണ്ടാവില്ല പലയിടത്തും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അതിന്റെ 100% ചെയ്യണം. അതല്ലാതെ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഒരിക്കലും ചെയ്യാറില്ല. മാക്സിമം എന്റെ കൂടെ നിൽക്കണവർ അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് 300 സബ്സ്ക്രൈബേഴ്സ് എത്തി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒരുപാട് പേർക്ക് ഇതിലൂടെ എനിക്ക് അവരെ ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിൽ പലരുടെയും ജീവിതമാർഗം നന്നായിട്ട് ആക്കി കൊടുക്കാനൊക്കെ എനിക്ക് സാധിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ കാര്യങ്ങളിലൊക്കെ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാല് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ എറണാകുളം ജില്ലയിലെ ഭയങ്കര ഒരു കുടിയേറ്റ കർഷക ഗ്രാമപ്രദേശമൊക്കെ വേണമെങ്കിൽ റിമോട്ട് വില്ലേജ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മള് പുറത്തേക്ക് നമ്മൾ വരുമ്പോ അവിടെയുള്ള നാട്ടുകാർ പോലും ഈ അടുത്ത കാലത്താണ് ഞാനൊരു യൂട്യൂബർ ആണെന്ന് അറിയുന്നത്. കാരണം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ യൂട്യൂബ് കാണുന്ന ആളുകളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജനിച്ച് വളർന്ന ഒരാളെ അതാണ് ഞങ്ങളുടെ നാട് തന്നെ. ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ ഇപ്പോഴും കുറവാ. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ PhD ഞാനായിരിക്കും ഞങ്ങളുടെ നാട്ടിൽ നിന്ന്. ആ പഞ്ചായത്തിൽ നിന്ന് പോലും ഞാൻ പഠിച്ച സ്കൂളിൽ നിന്നൊക്കെ ആദ്യത്തെ PhD
ആഘോഷമായിരിക്കുന്നതായിട്ട് ചെല്ലുമ്പോ അല്ലേ? ഇല്ല അങ്ങനെയല്ല, ഞാൻ നാട്ടിലില്ലല്ലോ, വേറൊരു നാട്ടിലല്ലേ, വേറൊരു നാട്ടിലായോണ്ട്. പക്ഷെ അപ്പൊ എനിക്ക് അതുകൊണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ കാര്യങ്ങളാണ്. ഇപ്പൊ ഇവിടെ എല്ലാരും 1 മില്യൺ അടിക്കുന്നത് 300K എന്ന് പറയുന്നത് ഒരു ഇതൊന്നുമല്ല. പക്ഷെ എനിക്ക് യാതൊരു പ്രിവിലേജും ഇല്ലാത്ത ഒരാള്, സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരാൾ, ഒരു പക്ഷേ ഈ വിദ്യാഭ്യാസം നേടി എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നുമില്ല, ഒന്നുമില്ല. എന്റെ അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളായിരുന്നു. ഇന്നും അവര് പണിയെടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു വലിയൊരു എന്താ പറയണ, നമ്മൾ ഈ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ഒരാളല്ല. കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും ഒക്കെ ഇടയിൽ കൂടി ജീവിച്ച ഒരാളാണ്. എന്റെ 22 വയസ്സ് വരെയും പിന്നെ അമ്മ തയ്യൽക്കുന്ന ആളാണ്. അപ്പോൾ വീട്ടിൽ തയ്ക്കാൻ കൊണ്ടുവരുന്ന ആരെങ്കിലൊക്കെ ബാക്കി വന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ തുണിയൊക്കെ തയ്ച്ച് ഞാൻ അമ്മയ്ക്ക് പഠിക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അമ്മയുടെ പഴയ സാരി മിക്കവാറും പട്ടുപാടയും ബ്ലൗസ് ആയിരുന്നു എൻ്റെ ഒരു വേഷം. അപ്പൊ ആളുകൾ വിചാരിക്കും ഇവള് ഭയങ്കര ട്രഡീഷണൽ, പക്ഷെ സത്യത്തിൽ അതല്ല. സാരികളൊക്കെ പട്ടുപാടയും ബ്ലൗസും ഒക്കെ ആയി മാറുന്നതാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വളർന്നു വന്നത്. അപ്പൊ എനിക്ക് ഇന്നും അതിനൊന്നും ഭയങ്കരമായ ഒരു ഞാൻ അതിൽ നിന്ന് മാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്ക് കുഞ്ഞു സന്തോഷങ്ങളും എനിക്ക് ഭയങ്കര വലിയ സന്തോഷങ്ങളാണ്. പലരും പറയാൻ മടിക്കുന്ന, അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവരുടെ പാസ്റ്റിനെ കുറിച്ചൊക്കെ ഷെയർ ചെയ്യാറുള്ളൂ. ഇപ്പം പ്രസന്റിലാണ് എല്ലാവരും ജീവിക്കുന്നത്. അവർക്ക് ഇപ്പം എന്താണോ ഞാൻ നടക്കുന്നത്, ഞാനിപ്പോൾ ഒരു സെലിബ്രിറ്റി എന്നുള്ളൊരു ഒരു മിനിമം ഫോളോവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഉടൻ സെലിബ്രിറ്റി ആകുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ആൾക്കാരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സൗമ്യ ഇങ്ങനെ സംസാരിക്കുന്ന വഴിക്ക് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 10,000 ഫോളോവേഴ്സ് വരുമ്പോൾ ഈ യൂട്യൂബ് ചാനൽ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ആലോചിക്കുക എന്നായിരുന്നു. അതെന്താ അങ്ങനെ ഒരു തോട്ട്? അല്ല, അതൊരു ആഗ്രഹമാണല്ലോ. എനിക്ക് യൂട്യൂബ് തുടങ്ങാൻ എനിക്ക് അത്രയല്ല. എനിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നി ഞാൻ അതിന്റെ പുറകെ ഇങ്ങനെ പോകും. അത് നേടിക്കഴിയുമ്പോൾ അങ്ങ് പോകും. കൊറോണ സമയത്ത് പെയിന്റിങ് ഭയങ്കര പാഷനായിട്ട് ലോകത്ത് കണ്ട കുപ്പി മള്ളി മുഴുവൻ പറക്കി കൊണ്ട് പെയിന്റ് അടിക്കുക. കുറെ ഒരു വീട് നിറഞ്ഞപ്പോ തീർന്നു. അത്രേ ഉള്ളൂ. എനിക്ക് കുറച്ചു കാലം ഓർണമെന്റ്സ് ഉണ്ടാക്കുക, തീർന്നു. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ തന്നെയാണ് ഇതെന്ന് വിചാരിച്ചു. അപ്പൊ ഒരു 10,000 എനിക്കിങ്ങനെ ഒരു 10,000 സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനൽ, 10,000 ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എന്നൊക്കെ പറയുന്ന ഒരു ഡ്രീം ഉണ്ടായിരുന്നു. അപ്പോ അത് കഴിയുമ്പോൾ അങ്ങ് നിർത്തും. പക്ഷെ